കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി, അവനോ ഉറങ്ങുകയായിരുന്നു. മതി, ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ തിരുവചനത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് ആത്മാവിലാണോ എഴുതപ്പെട്ടത് അതേ ആത്മാവിൽ നിന്ന് സംസാരിക്കുവാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ ആഴങ്ങൾ വെളിപ്പെട്ട് വരുവാൻ, ഇതിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെട്ട് വരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ തടസ്സത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച് മാറ്റുന്നു. കർത്താവേ, ഈ വചനം സംസാരിക്കുവാൻ അടിയനെ യോഗ്യനാക്കണം. അയോഗ്യനായിരിക്കുമ്പോൾ യോഗ്യനാകുന്ന രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വിക്കനായ മോശയുടെ നാവോട് കൂടെ ഇരുന്ന ദൈവം അടിയൻ്റെ നാവോട് കൂടെ ഇരിക്കണം. കർത്താവേ, ഈ വചനം കേൾക്കുമ്പോൾ അത്ഭുതങ്ങളും വിടുതലുകളും സംഭവിക്കണം. ഇവിടെ മാത്രമല്ല, ലോകമെമ്പാടും ചാനലിലൂടെയും മീഡിയയിലൂടെയും മന്ന ടി വിയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും വലിയ വിടുതൽ കണ്ട് ജനം അത്ഭുതങ്ങൾ കാണത്തക്കവണ്ണം ഇന്നിവിടെ മാത്രമല്ല, തിരുവനന്തപുരത്തിനകത്ത് മാത്രമല്ല, പട്ടണത്തിനകത്ത് മാത്രമല്ല, പട്ടണം വിട്ട് ഈ ഭൂമിയുടെ 4 വൻകരകളും ദൈവപ്രവൃത്തി വെളിപ്പെടത്തക്കവണ്ണം സ്വർഗ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ഒരു മക്കൾ പോലും നിരാശയോടെ ഇരിക്കാൻ അനുവദിക്കരുത്. ഇന്ന് ഭാരത്തോടെ ദുഃഖത്തോടെ നീ രോഗിയായിട്ടോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ യേശു നിന്റെ മേൽ പ്രവർത്തിക്കാൻ പോകുക. നീ രോഗിയാണോ? നീ നിരാശ നടുവിലാണോ? നിന്റെ ജീവിതം മുങ്ങുമാറായോ? ദൈവം നിന്റെ മേൽ കരം പിടിക്കാൻ പോവുകയാണ്. ജീവിതത്തിന് അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുക. ഇന്നൊരു മാറ്റം വരുക. ഇതൊരു 6ാം മാസമാണ്. ഒരു മാറ്റം വരുത്തക്കവണ്ണം ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ അത്ഭുതം ചെയ്യണം. വരേണ്ടവരെ എത്രയും പെട്ടെന്ന് കൂട്ടിച്ചേർക്കണം. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ചില വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവ പ്രവൃത്തിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിന് മഹത്വം ഇറങ്ങുന്നതിനായി സ്തോത്രം കർത്താവേ. വലിയ വിടുതലിനകത്ത് വ്യാപരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. രോഗത്തിന്റെ കെട്ട് മാത്രമല്ല, നിന്റെ ജീവിതത്തിന്റെ മാറ്റം വരുത്തക്കവണ്ണം ജീവിതം മുങ്ങിപ്പോകും എന്ന് പറയുന്നവരുടെ മേൽ ദൈവം അതിന്റെ മേൽ ചില പ്രതികൂലങ്ങളിൽ നിന്ന് മാറാൻ പോകുന്നതിനായി സ്തോത്രം. ജീവിതം മുങ്ങത്തില്ല. യേശു നിന്റെ പടവിലുള്ളതിനായി സ്തോത്രം ചെയ്യാണ്. അവിടെ ആഴങ്ങളിൽ ശക്തമായി ഇടപെടണം. ശക്തമായി ദൈവാത്മാവേ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതത്തിന്റെ സംഭവമായി, ഇതൊരു വ്യത്യസ്തമായി, ഇതിനകത്ത് ഞങ്ങൾക്ക് ആവശ്യമായ സകലതോ, ഇതിനകത്ത് ആവശ്യമായ മന്ന, ഇതിനകത്തുള്ള ദൂതുകളും വെളിപ്പാടുകളോ, ഇതിനകത്ത് ദൈവാത്മാവേ ഏത് ആത്മമണ്ഡലം ഞങ്ങളുടെ മേൽ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം മുഴുവൻ മഹത്വം ഞാൻ ദൈവത്തിനോട് കൊടുക്കുന്നു. യേശു ക്രിസ്തു നാമത്തന്നെ ആമേൻ. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം. ഇന്ന് നമുക്ക് ദൈവത്തിന്റെ വലിയ ആഴങ്ങളിലേക്ക് ദൈവാത്മാവ് ഇടപെടണം. നിങ്ങൾ ഒരുക്കമാണെങ്കിൽ ദൈവവും ഒരുക്കമാണ്. ദൈവം നിങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യും. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് കേട്ടാൽ അത്ഭുതം ചെയ്യും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമ്മുടെ മധ്യമുണ്ട്. വചനം ഇങ്ങനെ വായിച്ചു, 24:8 മത്തായി സുവിശേഷം 8:24 ഇങ്ങനെ വായിച്ചു. പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി, അവനോ ഉറങ്ങുകയായിരുന്നു. അതിന്റെ 23 വായിച്ചു. 23 ഒരു ഭാഗം കൂടെ നമുക്ക് വായിച്ചിട്ട് 23 വായിച്ചു. അവനൊരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. നോക്കണം, യേശു ഇപ്പോൾ ഒരു യാത്ര പോവുകയാണ്. ഈ യാത്രയിൽ ശിഷ്യന്മാരുണ്ട്, യേശുവുണ്ട്. എവിടെയാണ് പോകണമെന്ന് ചോദിക്കും. യേശു ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോവുകയാണ്. ഒറ്റയ്ക്ക് പോകത്തില്ല. യേശു എല്ലാവരെയും കൂട്ടും. ശിഷ്യന്മാർ കൂടെ നിൽക്കുന്നവരെ കൂട്ടും. നിങ്ങൾ തയ്യാറാണോ യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യുവാൻ? ആമേ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ എവിടെ കൂടെ യാത്രയാണ്? കരയിൽ കൂടെ അല്ല, കടലിൽ കൂടെയുള്ള യാത്രയാണ്. ഇത്തിരി പേടിയാണ്. ആമേ, കരയിൽ കൂടെ ആണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ ചാടിയെങ്കിലും ഓടിപ്പോകാം. എന്നാൽ കടലിൽ കൂടെ പ്രതികൂലത്തിൻ്റെ മധ്യയാണ് നിന്നെ വിളിക്കുന്നത്. യേശു വിളിക്കുന്നത് ഒരു കടലിൻ്റെ മീതെ ആമേ ഒരു സഞ്ചരിക്കത്തക്ക വണ്ണ ആമേ ഒരു വെള്ളത്തിൻ്റെ മേൽ പടവിൻ്റെ മേല് ആമേ 12 ശിഷ്യന്മാരും ആമേ യേശുമായിട്ട് ഒരു യാത്ര. എവിടെ എന്ന് പറഞ്ഞാൽ യേശു എങ്ങോട്ട് പോവാൻ ചോദിക്കണേ, യേശുവേ നീ എങ്ങോട്ടാ പോകാൻ ഉദ്ദേശിക്കുന്നത്? നീ എന്നെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ യേശു പറയും, ഒന്ന് കയറ്, നമുക്കൊരു യാത്ര
യാത്രയുണ്ട്, ഒരാവശ്യമുണ്ട്, ഇത് കുറേ ദിവസം കൊണ്ട് ആഗ്രഹിച്ചു, പക്ഷെ ഇന്നാണ് സമയം എന്ന് വെച്ചാൽ ഞാൻ കുറേ ദിവസം കൊണ്ട് പോകണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ സമയം ഒത്തുവന്ന ഇന്നാണ്. എന്നാൽ ദൈവം നിന്നെ വിളിക്കുമ്പോൾ, ദൈവം നിന്നെ മാടി വിളിക്കുമ്പോൾ, ഒരു നിയോഗം നിന്റെ മേൽ വന്നോ, നീ കയറിക്കൊള്ള. യേശു വിളിക്കുമ്പോ പിന്നെ തിരിഞ്ഞു നിൽക്കരുത്, നീ മാറി നിൽക്കരുത്. യേശു നിന്നെ വിളിക്കുമ്പോ നീ കയറി വരുവാൻ ഒരു മനസ്സ് നിനക്കുണ്ടാവണം. ഹല്ലേലൂയ. അവിടെ ചോദ്യം വേണ്ട. ഹല്ലേലൂയ. യേശു പോകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഗദനദേശത്താണ്. ഹല്ലേലൂയ. എവിടെയാ? ഗദനദേശത്താണ്. പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. ചില മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ടി വരും. അതുകൊണ്ട് യേശു പടകിലോട്ട് കയറിയപ്പോ യേശു എന്ത് ചെയ്തു? അല്പം ഒന്ന് മയങ്ങി. ഹല്ലേലൂയ. യേശുവിന്റെ ഹല്ലേലൂയ. ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ചില ക്ഷീണങ്ങളൊക്കെ വരും. ഈ ശുശ്രൂഷ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാവുന്നില്ല, പ്രസംഗിക്കുന്നവർ കേൾക്കുന്നവരൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമാണ്. നമ്മൾ ആരോഗ്യം എത്രത്തോളം ശക്തിയാണ് എടുത്തത്, നമ്മുടെ ആരോഗ്യം ശബ്ദമായി മാറുന്നുണ്ട്. ഹല്ലേലൂയ. യേശു അങ്ങനെയാണ്. യേശു അത്രത്തോളം തന്റെ ജനത്തിന് യേശു നിൽക്കുമ്പോൾ 10,000 ലക്ഷങ്ങളുടെ മധ്യയാണ് അന്ന് ശുശ്രൂഷിക്കുവാൻ. ഇന്ന് മൈക്കൊക്കെ ഉണ്ട്, യേശുവിനന്ന് മൈക്കൊന്നുമില്ല. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 10,000-ന്റെയും 50,000-ന്റെയും ലക്ഷങ്ങളുടെ ഇടയിൽ യേശു പ്രസംഗിച്ചപ്പോ അന്ന് മയക്കില്ല. യേശുവിന്റെ ശബ്ദം അത്രത്തോളം പ്രതിധ്വനിച്ചു. പക്ഷെ എല്ലാവരും കേൾക്കുവാൻ ജാഗ്രതയോടെ ഇരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇത്രയും കൂട്ടത്തിൽ, ഈ വലിയൊരു ജനക്കൂട്ടത്തിന്റെ നടുവില് യേശു സൃഷ്ടിക്കുമ്പോൾ വളരെ കേൾക്കുവാൻ ആരും സംസാരിക്കത്തില്ല, വളരെ ശ്രദ്ധയോടെ ഇരുന്നു. എന്നാൽ യേശുവിനെന്തുണ്ടാവും? ക്ഷീണങ്ങളുണ്ടാവും. പ്രസംഗിച്ച് കഴിയുമ്പോൾ ക്ഷീണങ്ങൾ സ്വാഭാവികമാണ്. ഇപ്പൊ നമ്മളൊരു കഠിനമായൊരു ജോലി ചെയ്യട്ടെ, നിങ്ങളിപ്പോൾ അധ്വാനം ഒരു നീണ്ട യാത്ര ചെയ്യട്ടെ, ഇപ്പൊ ഇവിടെ നിന്ന് ഒരു നോർത്ത് ഇന്ത്യ യാത്രയോ അല്ലെങ്കിൽ വിദേശ യാത്രയോ, അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു 3 മണിക്കൊക്കെ എഴുന്നേറ്റ് ഇത്തിരി യാത്രയൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അല്പം ഇത്തിരി ക്ഷീണം കൂടുതലാണ്. എല്ലാ ദിവസത്തെക്കാട്ടിലും അല്പം അന്നത്തെ ദിവസം ക്ഷീണമാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ ക്ഷീണമില്ല എങ്കിലും, എന്നാൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിനകത്ത് നിന്ന് ഉറങ്ങും. ഹല്ലേലൂയ. നമ്മളിപ്പം ബസ്സിനകത്ത് കയറുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ കൊല്ലത്ത് പോകണം അല്ലെങ്കിൽ എറണാകുളത്ത് പോകണം. ഒന്ന് കയറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചിലരൊക്കെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കും, ചിലതൊക്കെ വേറെ എന്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ക്ഷീണമുള്ള വ്യക്തി അല്പം ഒന്ന് മയങ്ങും. കാര്യം എന്താണ്? വേറെ ഒന്നും തിരിഞ്ഞുമല്ല, ഇവിടെ വാഹനം ഓട്ടിക്കാൻ ആളുണ്ട്, പടവ് നിയന്ത്രിക്കാൻ ശിഷ്യന്മാരുണ്ട്, ഡ്രൈവറുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം അവരെ ഏൽപ്പിച്ചിട്ട് ഹല്ലേലൂയ വിശ്വാസമുണ്ട്. കൂടെ ഡ്രൈവിംഗ് ചെയ്യുന്ന ആളെന്താണ് ഇത് കൃത്യമായിട്ട് എത്തിക്കും എന്നുള്ളത് ആർക്ക് ബോധ്യമുണ്ട്? യേശുവിന് ബോധ്യമുണ്ട്. നീ ഡ്രൈവറായിട്ട് നിന്നെ തെരഞ്ഞെടുക്കുമ്പോ വിശ്വാസമുള്ളവന്റെ കയ്യിൽ മാത്രമേ വണ്ടി കൊടുക്കാറുള്ളൂ. ഹല്ലേലൂയ. വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയുടെ കയ്യിലും വാഹനം കൊടുക്കാറില്ല. ദൈവമക്കളെ, നിങ്ങൾക്ക് വിശ്വാസമുള്ളവനെ നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള വാഹനത്തെ ആരെങ്കിലും പെട്ടെന്ന് നിങ്ങൾ എടുത്ത് കൊടുക്കത്തില്ല. ആദ്യം നമ്മൾ പ്രാർത്ഥിക്കും, അല്ലെ? ശരിക്കും പ്രാർത്ഥിക്കും, കർത്താവേ നമുക്ക് ഡ്രൈവർ കൃത്യമായിട്ട് വേണം. അല്ല, പെട്ടെന്ന് ഓടി വരുന്നവരാരെയും ഡ്രൈവർ ആക്കാറില്ല. കാര്യം എന്താണ്? ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്, ദൈവം തെരഞ്ഞെടുക്കണം. ഹല്ലേലൂയ. അപ്പോ പടവെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളം തുഴയാനും അതനുസരിച്ച് ശിഷ്യന്മാർക്ക് നല്ലപോലെ അറിയാം, ഉത്തരവാദിത്തമുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ശിഷ്യന്മാർ വന്ന് തുഴഞ്ഞാണ് പോണത്. ഇന്ന് വിഷയം വെച്ചെന്ന് പോണ പരിപാടിയൊന്നുമില്ല. അന്ന് വള്ളം തുഴഞ്ഞ് തന്നെ പോണം, എല്ലാവരും കഠിനമായി അധ്വാനിച്ച് തന്നെ പോണം. എന്നാൽ ആ സെക്കൻഡുകളിൽ ചില മിനിറ്റുകൾ കഴിഞ്ഞു, ചില മണിക്കൂറുകൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോ ഏതാണ്ട് കര വിട്ടു യേശു ശിഷ്യന്മാര് ഇപ്പൊ കരയിൽ നിന്ന് കടലിലോട്ടൊരു യാത്രയ്ക്ക് വേണ്ടി കര വിട്ടു ഇപ്പൊ കര മാഞ്ഞു, കര കാണാൻ പറ്റുന്നില്ല, കടലിന്റെ നടുവിലോട്ട് വരികയാണ്. ഇന്ന് അത്ഭുതങ്ങൾ ഇതിനകത്ത് സംഭവിക്കണോ? ചില വിടുതൽ സംഭവിക്കണോ? ഇന്ന് 6-ാം മാസത്തില് ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാൻ പോവുകയാണ്. നീ ആത്മഭാരത്തോടെ നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നുണ്ട്. നീ ആരെ കൂടെ യാത്ര ചെയ്യുന്നത് മറക്കരുത്. യേശുമായിട്ടാ ഒരു യാത്ര ചെയ്യുന്നത്. നിന്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്കല്ല. നീ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് ഒറ്റയ്ക്കല്ല, യേശുവിന്റെ കൂടെയാണ്. പ്രശ്നം നിന്റെ തലക്കമേൽ വരും. യേശു ഉള്ളപ്പോഴെന്ന് വരും. നിന്റെ തലക്കമേൽ തിരമാലകൾ വന്ന് അടിച്ചു. പക്ഷേ യേശു മനസ്സിൽ പറയും, നീ ഭാരപ്പെടണ്ട, മുങ്ങണമെങ്കിൽ നീ മാത്രമല്ല ഞാനും മുങ്ങും. യേശുവിന്റെ കൂടെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നീ മാത്രമല്ല മുങ്ങുന്നത്, യേശു മുങ്ങും.
അതുകൊണ്ട് ധൈര്യമായിട്ട് പോണെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ. പ്രൈസ് ദി ഹല്ലേലൂയ. പോണെങ്കിൽ ഒരുമിച്ച് തന്നെ, ഒറ്റയ്ക്കല്ല. ഒറ്റയ്ക്കല്ല, ഒരുമിച്ച ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരുമിച്ച. ഏത് പ്രതികൂലത്തിന്റെ നടുവിലോ ഏത് പ്രതിസന്ധി നടുവിലോ ഞാനും യേശു ഒരുമിച്ചാണ്. ഒരു കഷ്ടത സഹിക്കുവാൻ യേശു നിന്നെ വിളിച്ചാൽ, ദൈവമക്കളെ, നിങ്ങളെ തെരഞ്ഞെടുത്തു, ഒരു മുമ്പിൽ കൊണ്ടുവന്നു, നിങ്ങൾക്കൊരു സ്ഥാനം തന്നിരിക്കുകയാണ്. മുമ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്ഥാനം തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ ദൈവം മുമ്പിലോട്ട് നിർത്തുമ്പോ നിങ്ങൾ അനുഗ്രഹം കൂടുതലാണ്, നിങ്ങളുടെ മേൽ അനുഗ്രഹം കൂടുതലാണ്. പക്ഷേ അതിനപ്പുറമായി പറയട്ടെ, അതിനകത്ത് നമ്മൾ മുങ്ങുന്ന രീതിയിൽ ഓളങ്ങൾ നടിക്കും. ചില പ്രശ്നങ്ങൾ നമുക്ക് തലക്കന്മേൽ വരും. ആ പ്രശ്നങ്ങൾ തലയുടെ മണ്ടയില് തലമേൽ കവിയത്തക്ക വണ്ണം ഓളങ്ങൾ ഉണ്ടായി. ഈ ഓളങ്ങൾ ഉണ്ടായപ്പോ എന്ത് ചെയ്തു? പടക് തിരകളാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. തിരകളാൽ മുങ്ങുമാറായി. തിരകളാൽ ഇപ്പൊ കാറ്റും അത് തിരകൾ മാത്രമല്ല, കാറ്റും തിരമാല ഒരുമിച്ച് കാറ്റടിക്കുമ്പോഴാണ് തിരമാല പൊങ്ങുന്നത്. കാറ്റടിക്കുമ്പോഴാ. ഇന്ന് കാറ്റുകൊണ്ട് എല്ലാവരും കാറ്റിനെ പേടിച്ചിരിക്കുക. എല്ലാവരും പറയും, കർത്താവേ മഴ പെയ്താ മതി, കാറ്റടിക്കണ്ട. ആമേ, മഴയ്ക്കും ശക്തിയുണ്ട്, കാറ്റിനും ശക്തിയുണ്ട്. ഇതെല്ലാം ഹല്ലേലൂയ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ ആമേ സകലത് മുങ്ങും. എന്നാൽ കാറ്റ് വന്നു, തിര ആമേ സാധാരണ തിര പോലെയല്ല. ആദ്യം പോയപ്പോൾ ശാന്തമായിരുന്നു. അത് കുറെ കൂടെ മുന്നോട്ട് പോയപ്പോൾ പ്രശ്നം വഷളായി വന്നു. ആദ്യം തുടക്കം കുഴപ്പമില്ല. ഇന്ന് ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ തുടക്കം ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം ചെറിയ വേദന, ആദ്യം വലിയ വേദന, അത് വലിയ വേദനയായി മാറുന്നുണ്ട്. നീ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ആദ്യം ചെറിയ വേദന, ഇപ്പൊ തലവേദനയേ ഉള്ളൂ. ആ തലവേദന എന്തായി മാറുന്നുണ്ട്? അത് വലിയ വേദനയായി മാറുന്നുണ്ട്. വരുന്നുമ്പേ ട്രീറ്റ്മെന്റ് ചെയ്. വരുന്നതിന്റെ പ്രശ്നത്തെ നീ തന്നെ ഡീൽ ചെയ്യ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാറ്റ് വന്ന് വെള്ളത്തിലടിക്കോ തിരമാല ഉണ്ടായി. നിങ്ങൾ ഉദ്ദേശിച്ചതില്ല. നിങ്ങൾ കടലൊക്കെ വല്ലപ്പോഴൊക്കെ പോയി കാണണം. എന്ന് വെച്ചാൽ ഇപ്പൊ കടൽക്ഷോഭത്തിന്റെ സമയത്തിലൊക്കെ ഏത് സെക്കൻഡിൽ കടൽക്ഷോഭം എടുത്തു, വീടുകൾ പലതും പോയി. ആമേ, ഒരുപാട് അപകടങ്ങൾ വന്നു. ആമേ, വള്ളങ്ങൾ മുങ്ങുന്നുണ്ട്, കപ്പലുകൾ ആമേ മൊത്തം തകരാറുണ്ട്. ആമേ, പല സംഭവമുള്ള ഇപ്പൊ ഈ കാലഘട്ടങ്ങളിൽ കടന്നു പോകുമ്പോൾ, പക്ഷേ നടുക്കടൽ വെച്ച് ആമേ ഹല്ലേലൂയ യേശുവിന്റെ പടവിലേക്ക് യേശു ഉള്ളപ്പോ ഈ ഓളം അടിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, യേശുവിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് പ്രശ്നം നമുക്ക് വരുന്നു. യേശു ഉള്ളപ്പോഴും വരും, ഇല്ലാത്തപ്പോഴും വരും. അത് മനസ്സിലാക്കി പോണം, അത് അറിഞ്ഞു തന്നെ പോണം. യേശു ഉള്ളപ്പോഴും വരും, ഇല്ലാത്തപ്പോഴും വരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, യേശു ഉള്ളപ്പോഴായാലും ഇല്ലാത്തപ്പോഴായാലും നീ യേശുവിന്റെ കരങ്ങളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ യേശുവിന്റെ കൈ കൊടുക്കണം. ഹല്ലേലൂയ. കാര്യം എന്താണ്? ആമേ, വെള്ളത്തിന്റെ മേൽ നടന്നു വന്നു. ആമേ, വെള്ളത്തിന്റെ മേൽ അർദ്ധരാത്രി യാമത്ത് ആമേ യേശു കടലിന്റെ മേൽ നടന്നു വന്നപ്പോ ആമേ കടലിന്റെ മേൽ ആര് നടന്നു? യേശു നടന്നു. ഇത് കണ്ടപ്പോ ആദ്യം ശിഷ്യന്മാർ വിചാരിച്ചു ഭൂതമാണ് നടന്നു പറഞ്ഞത്. ഹല്ലേലൂയ. കടലിനെ സൃഷ്ടിച്ചവൻ ആരാ? സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവത്തിന് നടക്കാൻ പറ്റോ? സൃഷ്ടിച്ചവന് നടന്നു കയറാൻ പറ്റോ? നീ ദൈവത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ പദ്ധതിയാണ്. നീ ദൈവത്തിനെ സൃഷ്ടിപ്പാണെങ്കിൽ ദൈവം നിന്റെ മേൽ വരും. മനസ്സിലാവുന്നുണ്ടോ? ഈ കടലിന്റെ മീതെ യേശു നടന്നു വന്നപ്പോൾ എല്ലാവർക്കും വ്യത്യസ്തമായി. ശിഷ്യന്മാർ 12 എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ വ്യത്യസ്തമായ ഒരു സ്വഭാവക്കാരനായിരുന്നു പത്രോസ്. പത്രോസിന് പെട്ടെന്നൊരു ആഗ്രഹം. ആദ്യം എല്ലാവരും വിളിച്ച് ഭൂതം പറഞ്ഞാണെന്ന്. പക്ഷെ അവര് കടലിലൊക്കെ രാത്രി മീൻ പിടിക്കാൻ പോയ ഭൂതങ്ങളെ കണ്ടു കാണും. ഹല്ലേലൂയ. അനുഭവമുള്ളവരാ. പക്ഷെ അത് കഴിഞ്ഞു അല്പം അടുത്ത് വന്നപ്പോ യേശുവാണെന്ന് മനസ്സിലായി. എന്റെ പ്രസംഗ വിഷയമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അടുത്തോട് കയറാൻ പോവുകയാണ്. പക്ഷെ അവിടെ യേശുവാണെന്ന് മനസ്സിലാക്കി. ഈ വെള്ളത്തിന്റെ മീതെ നടക്കുവാൻ ഇന്ന് മനുഷ്യർക്ക് ആർക്കും കഴിയത്തില്ല. വെള്ളത്തിന്റെ, അത് കടലിന്റെ മീതെ. നിങ്ങൾ വേണമെങ്കിൽ ഒരു പാത്രം, ഒരു ചരിയം വെള്ളം കൊണ്ട് വെച്ചിട്ട് ഇറങ്ങി നോക്ക്.
താഴെ പൊത്തവൻ അവിടെ തന്നെ ഇരിക്കും, എന്ന് വരുത്തില്ല. പക്ഷെ യേശുവിന് കഴിയും. കാര്യം സൃഷ്ടിച്ചവനെ ചവിട്ടുവാൻ കഴിയും. മറക്കരുത്, സൃഷ്ടിച്ചവനെ ചവിട്ടുവാൻ, അതിനെ ഉറപ്പിക്കുവാൻ, വെള്ളത്തെ പാറ പോലെ ആക്കുവാൻ ആർക്ക് പറ്റും? യേശുവിന് പറ്റും. കാര്യം ചെങ്കട രണ്ടായിട്ട് കീറി മുറിച്ച ദൈവമാ. ആമേ ഹല പുറമേ ആമേ വെള്ളമായാലും അതിനെ പാറയാക്കുവാൻ ആർക്ക് പറ്റും? യേശുവിന് പറ്റും. പക്ഷെ ഈ പ്രശ്നമുള്ള കടലിൽ തന്നെയാണ് നടന്നു വന്ന ഈ കടലിന്റെ മേലാണ് യാത്ര ചെയ്യുന്നത്. യേശുവിന് അറിയാം ഈ കടൽ എത്രമാത്രം പ്രതികരിച്ചാലും ആമേ ഹല്ലേലൂയ യേശു ധൈര്യമായിട്ട് ഉറങ്ങുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ആമേ ഈ ശിഷ്യന്മാര് മാക്സിമം പടവ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. എന്നുവെച്ചാൽ ഉറങ്ങുന്നവര്, എന്നുവെച്ചാൽ ഗുരു വളരെ ഉറങ്ങുകയാണ്. ശുശ്രൂഷയൊക്കെ ചെയ്തു, പകലൊക്കെ വളരെ ശുശ്രൂഷയൊക്കെ ചെയ്തു, ഒത്തിരി ക്ഷീണമുണ്ട്. നമ്മൾ ശല്യം ചെയ്യരുത്. ഹല്ലേലൂയ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവുമ്പോൾ എന്നാലും മാക്സിമം നിവർത്തിയില്ല. അവരെ ശിഷ്യന്മാരെ കഴിവും അവരെ ശക്തിയും ബലവും അവരെ ആരോഗ്യമൊക്കെ എടുത്ത് മാക്സിമം നോക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗുരുവിനെ ഒന്ന് വിളിക്കണ്ട, ഗുരുവിനെ ശല്യം ചെയ്യണ്ട. നമ്മളെ കഴിവുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമോ? ഈ തിരമാലയോ നമുക്ക് ജയിക്കാൻ പറ്റുമോ? ഈ ഓളങ്ങനെ നമുക്ക് ജയിക്കാൻ പറ്റുമോ? പലരും അങ്ങനെയാണ്. ഹല്ലേലൂയ. യേശുവിനെ വിളിക്കാറില്ല, തുടക്കം വിളിക്കാറില്ല. പൊത്തനെ വിടുമ്പോഴാണ് യേശുവിനെ വിളിക്കുന്നത്. യേശുവേ നീ അറിയുന്നില്ലേ ഞാൻ ഇന്നവന്റെ മോളാണെന്ന്. പ്രൈസ് ദി ലോർഡ്. തുടക്കം ഒരു യാത്രയ്ക്ക് പോകും മുമ്പേ യേശുവിനെ വിളിച്ചോളണം. ഹല്ലേലൂയ. യേശുവിനെ വിളിച്ചോളണം. വഴി കടന്നല്ല വിളിക്കേണ്ടത്. നമ്മൾ ഒരു പ്രശ്നം വരുമ്പോഴാണ് വിളിക്കേണ്ടത്. അല്ല ദൈവമക്കളെ, അത് നിങ്ങളെ ഇന്ന് കേൾക്കുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. യാത്രയ്ക്ക് പോകുന്നുമ്പോ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളണം. ആമേ ഹല്ലേലൂയ. എന്നാൽ ഈ വലിയ ഓളം കടലില് ഏത് ഓളം? ചെറിയ ഓളമല്ല, വലിയ ഓളം ഉണ്ടായി. പടക് തിരകളാൽ മുങ്ങുമാറായി. പക്ഷേ അവിടെ വചനം എഴുതിയിട്ടുണ്ട്, യേശു ഉറങ്ങുകയായിരുന്നു. പക്ഷേ ഈ പ്രശ്നത്തിന്റെ നടുവിലും യേശുവിന് എങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു? നിങ്ങൾ ചോദിക്കും. ശിഷ്യന്മാര് കടന്ന് പ്രാണവെപ്രാളം കടന്നുകൊണ്ട് മൽപ്പിടുത്തം നടത്തിയ യേശു ഒന്നും അറിയാതെ പോലെ ഉറങ്ങിയാണ്. പക്ഷെ യേശു പറയും, ഞാനിതെല്ലാം സ്ക്രീനിൽ കാണും പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ കണ്ണ് അടച്ചു വെച്ചിട്ടുള്ളൂ, അകം അടച്ചു വെച്ചിട്ടില്ല. നിന്റെ പ്രശ്നത്തെ യേശു നല്ലപോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ കണ്ണ് എല്ലാരും ഉറങ്ങിയെന്ന് നോക്കാൻ വേണ്ടി കണ്ണാണ് നോക്കുന്നല്ലേ. ചിലർ ഉറക്കിയിട്ടിട്ട് അങ്ങോട്ട് കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുന്ന കുഞ്ഞല്ലേ ഉറങ്ങുന്നത് കണ്ണടയോ നോക്കും. പക്ഷെ ശിഷ്യന്മാർ നോക്കുന്നത് യേശു നല്ലപോലെ ഉറങ്ങുന്നുണ്ട്. പക്ഷെ അത് ശിഷ്യന്മാരുടെ മനസ്സിൽ അങ്ങനെയാ. യേശു നല്ലപോലെ അപ്പൊ ചില നമ്മളാണെങ്കിൽ പറയും, ഇപ്പം വണ്ടിക്കകത്തിന് നമ്മളെ വാഹന വഴിയിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടെന്ന് പറയും, ഒരു കണ്ണിച്ചോറില്ലാതെ കിടന്ന് ഒരാൾ ഉറങ്ങണ്, ഞങ്ങളടുത്ത് വണ്ടി തള്ളണം എന്ന് പറയും. പക്ഷേ മനസ്സിനകത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാവാം. എന്നാൽ അവസാനം ഒരു രക്ഷയുമില്ല. ഇനി ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വാഭാവികമായി എല്ലാവരും പറയും, മാക്സിമം നമ്മൾ നോക്കും, നമ്മളെ സ്വന്തം കഴിവും ആരോഗ്യവും മിടുക്കൊക്കെ നോക്കി മാക്സിമം മുമ്പോട്ട് പോകാൻ നോക്കും. പക്ഷെ അവസാനം ഒരു രക്ഷയില്ലെന്ന് പറയുമ്പോൾ ഒന്നിനി ആത്മീയമായ ആരാധനയ്ക്ക് പോകേണ്ടിടത്ത് എല്ലായിടവും പോയി, എല്ലാ സഭകളും കയറി ഇറങ്ങി, പോകേണ്ട സ്ഥലങ്ങൾ ഒന്നുമില്ല. ഹല്ലേലൂയ. ചിലർക്കൊക്കെ പുച്ഛമാണ്. പുച്ഛം എന്ന് പറയുമ്പോ ബന്ധിക്കോസ്തുകാരന്മാർ പുച്ഛമാണ്. ഒന്ന്, അവരെ മനസ്സിലിരിക്കുന്നത് ഇവര് ഇടിക്കുന്നവരാണ്, പൊടിക്കുന്നവരാണ്. മനസ്സിലായവർക്കായ സ്തോത്രം. ഹല്ലേലൂയ. ഇവർ ഇടിക്കുന്നവരാണ്, പൊടിക്കുന്നവരാണ്. യേശുവിന്റെ നാമത്തിൽ ഇടിക്കണം, പൊടിക്കണം. നിന്റെ പ്രസന്നത ഇടിക്കണം, പൊടിക്കണം. ഇവിടെ എന്തെങ്കിലും മാവാവണമെങ്കിൽ ഇവിടെ വരണം. ഇന്ന് മാവാവണമെങ്കിൽ ഇതിനകത്ത് വരണം. അല്ല, നിന്റെ പ്രസന്നത്തെ പൊടിക്കണമെങ്കിൽ ഇടിച്ചാൽ മാത്രമേ പൊടിയൂ. ആ പദവി ഇന്ന് ലോക ചാർത്തുന്നൊരു പേരുണ്ട്. കളിയാക്കി പുച്ഛിക്കുന്നൊരു പേരാണ്
ബന്ധക്കോസ്തുകാരി ബന്ധക്കോസ്തുകാർ. ഹല്ലേലൂയ. എടാ, ആരും ആ മാവാവണമെങ്കിൽ ഇവിടെ പറഞ്ഞ ഇടിക്കണം, പൊടിക്കണം. ഞങ്ങൾ ഇടിക്കും, പൊടിക്കും. നിന്റെ ആർക്കും തീർക്കാത്ത പ്രശ്നത്തെ ഞങ്ങളെ കൊണ്ട് യേശു ചെയ്യും, ഞങ്ങളെ കൊണ്ട് ചെയ്യും. പറ, അഭിമാനത്തോട് പറ. അങ്ങനെ ഉള്ളവരെ യേശുവിന് വേണ്ടത്. പ്രശ്നം വരുമ്പോ ഇന്ന് പോകും നാളെ പോകുന്നു പറഞ്ഞ് ഓതി വിടുന്നതല്ല ആരാധന, അല്ലേ? നിന്റെ പ്രശ്നം വരുമ്പോ മാറിപ്പോകും. ഓക്കെ, ഇത്തിരി വെള്ളം തളിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞല്ല. ഞങ്ങൾ വെട്ടേണ്ട വെട്ടും, ചെത്തേണ്ട ചെത്തും, വെട്ടേണ്ട വെട്ടും. കാര്യം എന്തെന്ന് പറഞ്ഞാൽ, തേളുകളെ പാമ്പുകളെ ചവിട്ടുവാൻ അധികാരം തന്റെ മക്കൾക്ക് തന്നിട്ടുണ്ട്. അധികാരം യേശു തന്നത് കൊണ്ട് ആ പവറിൽ നമ്മൾ നിൽക്കണം. അതുകൊണ്ട് ഒരെല്ല് കൂടുതലാണ്. ആർക്കാ? ഈ ബന്ധിക്കോസുകാരിക്ക്, ബന്ധിക്കോസുകാർക്ക് ഒരെല്ല് കൂടുതലല്ല. അത് പറഞ്ഞ് എല്ലാവരും ആക്കി വെച്ചതാ. പക്ഷെ ഞങ്ങളുടെ മേൽ ഇറങ്ങുമ്പോ, ബന്ധക്കോസ് അപ്പോസ്തല പ്രവൃത്തി 2 നോക്കുമ്പോ ഞങ്ങളുടെ മേൽ ഇറങ്ങിയ ശക്തി, 3000 പേർ ഇറങ്ങി വന്ന ശക്തി ചെറിയതല്ല, അത് വലുതാണ്. ഇന്ന് അത് പ്രാപിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. ഇന്നത് പ്രാപിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിടുതൽ നടക്കണോ? അത്ഭുതം നടക്കണോ? ഈ കൂട്ടത്തിനകത്ത് വന്നാലേ വിടുതൽ നടക്കും. ഇന്ന് പലയിടത്തും മാറി മാറി വിടുതലിന് വേണ്ടി തീർത്ഥാടനങ്ങൾ ചെയ്യാറുണ്ട്. ഇവിടെ മാത്രമല്ല, പല ജില്ലയിലോട്ട് പോകുന്നുണ്ട്. ചിലർ തമിഴ്നാട് പോകുന്നുണ്ട്. അവിടെ പോയി ഒന്ന് കപ്പലണ്ടി ചവച്ചിട്ട് പറഞ്ഞല്ലാതെ, അവിടെ പോയി ഐസ്ക്രീം കുടിച്ചിട്ട് പറഞ്ഞല്ലാത്ത പരിപൂർണ വിടുതൽ വേണോ? ദൈവം ആഗ്രഹിക്കുന്ന സഭയിൽ വരണം. കാരണം ഇത് പറയുമ്പോ ചിലർക്ക് സംശയമുണ്ട്. കർത്താവ് യേശു ക്രിസ്തു ഒരു കാര്യം പറഞ്ഞു ശമരിയക്കാരിയോട്, അത് നിങ്ങളെ മുമ്പിൽ വെളിപ്പെടുത്താം. യേശുവിനോട് പറഞ്ഞു, ശമരിയക്കാരി. ഇന്ന് ലോകത്തിൽ ശമരിയക്കാരി ഒരുപാടുണ്ടല്ലോ. അവർ പറയാണ്, യേശുവേ, ഞങ്ങൾ ആരാധിക്കുന്നത് ആ മലയിലും ഈ മലയിലും അപ്പുറത്തെ മലയിലും ഇപ്പുറത്തെ മലയിലാണ്. യേശു ഒരു ഉത്തരം പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മകളെ, ആ മലയിലും ഈ മലയിലും അല്ല, ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നതാണ് യഥാർത്ഥ പൈതല്. ഇന്ന് ആത്മാവ് ഉള്ളിടത്ത് കയറണം. ആത്മാവ് ഉള്ളിടത്ത് ആത്മാവിൽ സത്യത്തിലും ആരാധിക്കും. അപ്പോൾ പലരും പറയും, ഞങ്ങൾക്കതില്ല, എനിക്ക് നേരത്തെ അതില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കത് വേണം. ഞാൻ പറഞ്ഞു, എനിക്ക് വേണം. ഇല്ലാത്തത് നിങ്ങൾ ചോദിക്കണം. പക്ഷെ ചിലർ ഉണ്ടെന്ന് നടിക്കുന്നവരുണ്ട്. ഇല്ലെങ്കിലും ചിലർ പറയും, ഞങ്ങൾക്ക് നിങ്ങളെക്കാട്ടിലും ഉണ്ട്. അത് അഹങ്കാരമാണ്. ഞങ്ങളെക്കാട്ടി ഉണ്ടെന്ന് പറയണത് അഹങ്കാരം എന്നൊരു സാധനമാണ്. എടാ, ഇല്ലെന്ന് ദൈവസനിൽ പറയണം. ദൈവസനിൽ കുറവുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ സനിൽ പറഞ്ഞ് നിങ്ങൾക്ക് തരും. ഇത് സൗജന്യമാണ്, അല്ല പണം കൊടുത്ത് കിട്ടുന്ന സാധനമല്ല. ഇത് പണം കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സാധനമല്ല. നമ്മുടെ ഈ മാസം കഴിഞ്ഞ നമ്മൾ 31-ാം തീയതി ഒരു സ്നാനം നടന്നു. സ്നാനം നടക്കുന്ന മുമ്പേ ഒരു സഹോദരൻ, നമ്മളെ മുഴുരാത്രി പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇതിനകത്തൊരു മുഴുരാത്രി പ്രാർത്ഥന എല്ലാ മാസവും ഒരു ദിവസമുണ്ട്. ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ പിറ്റേന്ന് സ്നാനമാണ്. വെള്ളിയാഴ്ച അല്ലേ? വെള്ളിയാഴ്ച സ്നാനം, ശനിയാഴ്ച സ്നാനം, വെള്ളിയാഴ്ച മുഴുരാത്രി പ്രാർത്ഥന. പക്ഷേ ഹൃദയം ദൈവത്തിനോട് സമർപ്പിച്ച് ഒരുക്കത്തോടിരിക്കുക. ഈ സ്നാനപ്പെട്ട സഹോദരനുമുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരും ഇരുന്നേക്കാട്ടിലും ഈ സഹോദരൻ അന്യഭാഷയോട് ആരാധിച്ചു. അന്യഭാഷയിൽ ഇരുന്നു കൊണ്ട് ചടപട 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 മാലപ്പടക്കം പൊട്ടുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ നിറയുവാനിടവന്നു. കാര്യം എന്താണ്? നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കണം. ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി തരും. ഇല്ലാത്ത കാര്യം ഇല്ലെന്ന് തന്നെ പറയണം. പക്ഷെ ഉണ്ടെന്ന് നടിച്ചാൽ ഉള്ളതൂടെ പോകും. ഇന്ന് പലരും നടിക്കുകയാണ്, നിന്റെ ഇല്ലാത്ത ഞങ്ങളിലുണ്ട്. അവരിൽ ഒന്നും കാണത്തില്ല.
പക്ഷെ ഇല്ല എന്ന് പറഞ്ഞ കാര്യം ഇല്ല എന്ന് തന്നെ പറയണം. യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ കർത്താവെ എനിക്കതില്ല, പക്ഷേ ഇല്ല എങ്കിലും നടിക്കുന്ന പലരും ഉണ്ട്. പുറമേ ചിലർ തിന്നില്ലെങ്കിലും നടിക്കും, പക്ഷെ വയറാരറിയുന്നു? ദൈവം അറിയുന്നു. ദൈവം അറിയുന്നു. എവിടെയൊക്കെ മറച്ചു വെച്ചാലും, എവിടെയൊക്കെ നമ്മൾ ഒളിച്ചു വെച്ചാലും അപ്പന്റെ സന്നിധിയിലാണ്. ദൈവത്തിന് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് ചിലത് പ്രാപിക്കത്തക്കവണ്ണം നിങ്ങൾ ഒരുങ്ങിക്കൊള്ളണം. യേശു ഉള്ളപ്പോൾ തന്നെ ഓളം അടിച്ചു, തിരമാലടിച്ചു. യേശുവിന്റെ കൂടെ ഉള്ളപ്പോൾ തന്നെ പ്രശ്നമാണെങ്കിൽ യേശു ഇല്ലാത്തപ്പോൾ എന്തൊരവസ്ഥയായിരിക്കും? യേശു ഉള്ളപ്പോ ഈ കഷ്ടതയാണെങ്കിൽ യേശു ഇല്ലാത്തപ്പോ എന്തുമാത്രം കഷ്ടതയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പലരും വിളിച്ച് പറയുന്നു, പാസ്റ്ററേ എനിക്ക് അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഞാൻ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, നൃത്തം ചെയ്യുന്നു, തിരുവത്താഴം എടുക്കുന്നു, വീട്ടിൽ ചെല്ലുമ്പോ പ്രശ്നം കൂടുതലാ. മറക്കരുത്, സ്നാനപ്പെടുന്ന അണ്ണന്മാര് ചേച്ചിമാര് കേൾക്കണം, യേശു ഉള്ളപ്പോ പ്രശ്നമുണ്ട്. യേശു ഉള്ളപ്പോഴും പ്രശ്നമുണ്ട്, ഇല്ലാത്തപ്പോഴും പ്രശ്നമുണ്ട്. യേശു ഉള്ളപ്പോ പ്രശ്നമാണെങ്കിൽ, യേശു ഉള്ളപ്പോ വലിയ പ്രശ്നമാണെങ്കിൽ, യേശു ഇല്ലാത്തപ്പോ അതിനെക്കാട്ടി വലിയ പ്രശ്നം വരും. പക്ഷെ എങ്ങനെ ഡീല് ചെയ്യണം എന്നാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളെ എങ്ങനെ ഡീല് ചെയ്യാം, എങ്ങനെ നമുക്ക് ജയിക്കാം. എന്നാൽ നമ്മൾ ഒരു യേശുവിനെ നമുക്ക് പ്രശ്നം വരും മുമ്പേ ആയാലും വന്നാലും നിന്റെ പ്രശ്നം തുടങ്ങും മുമ്പേ ആര് കണ്ടിരിക്കുന്നു? യേശു കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നാളത്തെ പ്രശ്നം മുമ്പേ കൂട്ടി കാണുവാൻ ആർക്ക് പറ്റും? യേശുവിന് പറ്റും. നിനക്ക് പറ്റത്തില്ല, നിനക്കറിയാൻ പറ്റത്തില്ല. നിന്റെ പ്രശ്നം നാളത്തെ അറിയാൻ പറ്റത്തില്ല. യേശു അറിയാതെ ഒരു ഇല പോലൂടെ കിളിർക്കത്തുമില്ല, കൊടിയത്തുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു തലമുടി പോലും തൊഴിയത്തില്ല. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ ഗ്രഹിക്കണം. പ്രശ്നത്തെ മുൻകൂട്ടി ആർക്ക് കാണാൻ പറ്റും? യേശു യാത്ര ചെയ്യുന്ന മുമ്പേ കടലിൽ പ്രശ്നം ഉണ്ടാവുമെന്നും തിരമാലകളൊന്ന് അടിക്കുമെന്നും ഇതെല്ലാം ആർക്കറിയാം? യേശുവിനറിയാം. പക്ഷെ ശിഷ്യന്മാരുടെ പറഞ്ഞാൽ വരുമോ? യേശു പറയാണ്, ശിഷ്യന്മാരുടെ പറയാണ്, നമ്മൾ നടുക്കടലിലെത്തും, ഞാൻ ഉറക്കത്തിലായിരിക്കും, നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ താനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിളിക്കും, മരിച്ചു പോകുന്നൊക്കെ വിളിച്ച് പറയും. ഇത് പറയും ഞങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് കൊല്ലാൻ കൊണ്ടുപോകണല്ലേ, ഇങ്ങനെ പറയും. ഞങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് എന്റെ കൂടെ സഹോദരന്മാരെ വിളിക്കുകയാണ്, നമുക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയാണ്. നമ്മൾ അവിടെ ഒരു ഭയങ്കര അടി വരാൻ പോകണമെന്ന് പറയാൻ പോവുകയാണ്. പാസ്റ്റേ എനിക്ക് അടിയുള്ള ത്രാണിയില്ല പാസ്റ്റേ, എന്നെ ഒന്ന് ഒഴിവാക്ക്. പക്ഷെ അതുകൊണ്ട് ശിഷ്യന്മാര് ഭീരുക്കളാണെന്ന് ചില തെളിയിക്കുവാനാണ്. സർവശക്തൻ നിന്റെ കൂടെ ഉള്ളപ്പോ, ആ സർവശക്തന്റെ കൂടെ യാത്ര ചെയ്യുമ്പോ, എന്നാൽ ഭീരുക്കളെ ബലപ്പെടുത്തുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. നീ ഭീരുവാവുന്നത് യേശുവിന് ഇഷ്ടമല്ല. തന്റെ മക്കൾ പ്രതികൂലം കണ്ട് ഭീരുവായി പേടിച്ചു ഓടുവാൻ യേശുവിന് ഇഷ്ടമല്ല. നീ പേടിച്ച് നിൽക്കരുത്. നിന്റെ മുമ്പിൽ ഒരു സർപ്പം ഇങ്ങനെ നിൽക്കുകയാണ്, കൊത്തായി. ഇങ്ങനെ നിന്നാലും നീ അഭിഷേകത്തോടെ അവന്റെ തല തകർക്കണം. പ്രൈസ് ദി ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കൂട്ടായ്മയില് സന്ധ്യ സിസ്റ്റർ വന്നിട്ടുണ്ടല്ലേ, ഒരു സാക്ഷി കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ മുമ്പിൽ കൊണ്ടുവന്ന് കേൾക്കണോ? ഒരു സർപ്പത്തിന്റെ ഒരു സാക്ഷി പറയാനുണ്ട്. സിസ്റ്റർ വേണമെങ്കിൽ ഒന്ന് ഓടിവാ. ദൈവത്തിന് നിയോഗമുണ്ട്, ഒരു ഭയങ്കര സാക്ഷിയുണ്ട് കേട്ടോ, ഒന്ന് കൊടുക്കുക, നിങ്ങൾ കേൾപ്പിച്ചുതരാം. ഈ കഴിഞ്ഞ ആഴ്ച നടന്ന വലിയൊരു അത്ഭുതത്തിന്റെ ഇവിടെ വന്നു ആരാധിച്ചിട്ടൊക്കെ പോയതാ. നിങ്ങൾ കേൾക്കുക, ഞാൻ വെറുതെ ഒന്നും അല്ല വിളിച്ച് പറയണത്. കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ നിന്ന് ആരാധനയും കഴിഞ്ഞ് വീട്ടിൽ പോയി. ഞങ്ങൾക്ക് ഒരു ഭവനമുണ്ട്. ഞങ്ങൾ ഭവനം പൂർത്തിയായില്ല. അപ്പോൾ അതിൽ അടുക്കളയൊന്നുമില്ല. ഒരു ചായ്പിലാണ് ഞാനും എൻ്റെ ഈ കുഞ്ഞും കിടക്കുന്നത്. അവിടെയാണെങ്കിൽ രാത്രി ഞാൻ 12 മണിക്കുള്ള പ്രാർത്ഥന മുടങ്ങൂല.
എൻ്റെ മക്കളൊന്നും കൂടെ ഇരിക്കില്ല, ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് എൻ്റെ യേശു ഉണ്ട്, വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോഴേ ഞാൻ പുറത്ത് പാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു മോൻ ആ ചായപ്പിൽ കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ അവന് ഇത്തിരി ചെറിയ പേടിയുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എൻ്റെ കൂടെ ഞാൻ ഉറങ്ങിയതിന് ശേഷം അമ്മ പോയി അമ്മയുടെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറയും, മോനെ അതിന് ഒരുപാട് സമയമെടുക്കും, അച്ഛനെ വിളിച്ചിരുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ഒരു പൂച്ചയുണ്ട്. പൂച്ചയാണെങ്കിൽ കുറേ നേരം കൊണ്ട് ഇത് അതിൻ്റെ മുകളിലോട്ട് കയറുന്നുണ്ടായിരുന്നു. ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. അത് ഇതിൻ്റെ വാലിനെ കടിച്ച് ഇതെങ്ങനെയാണ് അതവിടെ മുറുകിയെന്ന് പോലും എനിക്കറിയത്തില്ല. അത് അവിടെ സത്യം പറഞ്ഞാൽ അത് ഊന്ന് പോകാമെന്നുള്ള സ്ഥലത്താണ് അത് കയറിയിരുന്നത്. അവിടെ മുറുകിയിരുന്ന് ചേട്ടൻ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ ഒരു വലിയ മൂർഖൻ പത്തി വിടർത്തി ഇങ്ങനെ ഇവിടെ ചുരുങ്ങി വാല് മാത്രം പുറകിലോട്ടിരിപ്പുണ്ട്. 12 മണി, രാത്രി 12 മണിയുള്ള കാര്യമാണ് പറയുന്നത്. 12 ഇരുട്ടുള്ളപ്പോൾ അതും ചായപ്പിൽ ചാക്കിൻ്റെ ഇടയിൽ കല്ലിൻ്റെ ഇടയിലോട്ടിരുന്നു. വാല് പുറകിലും ബാക്കി ഒത്തിരി വലുത് പത്തിയൊക്കെ വിടർത്തി അത് പിന്നെ വിഷമൊക്കെ ചീറ്റി എൻ്റെ ഈ മോൻ്റെ ഈ വായ് ഇവിടെ കയറി കൊണ്ട് 1 മണിയായി അതിനെ കൊന്ന് ഞങ്ങൾ പുറത്തെടുത്തപ്പോൾ. 1 മണി വരെ. പക്ഷേ അവിടെ എല്ലാം എൻ്റെ ദൈവം ഈ സാധനം എന്നുള്ള ഈ ഫ്ലക്സ് ഞാൻ അവിടെ ആ ചായപ്പിലാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ എൻ്റെ ദൈവം എനിക്ക് കാണിച്ചു തന്നു, ഞങ്ങൾക്ക് ആർക്കും ഒരു ആപത്തില്ലാതെ. അത് ഒരുപാട് ഞങ്ങളെ സിസ്റ്റർ മോനെ എങ്ങനെ സംഭവിച്ച കാര്യം പറയാം. എല്ലാവരും നിന്ന സമയത്ത് അന്ന് പറഞ്ഞതുപോലെ പറയാം. പാമ്പിനെ അടിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് അത് പറയാം. പാമ്പിനെ അടിച്ചപ്പോൾ മോൻ 3 മക്കളും കൂടി ഇങ്ങനെ പിടിച്ച് അമർത്തി വെച്ചോണ്ടിരുന്നു. അപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരുന്നപ്പോൾ വിഷം ചീറ്റിയപ്പോൾ എൻ്റെ മോൻ്റെ ഈ ഭാഗത്ത് വീണു. ഈ മോൻ്റെ വിഷം ചീറ്റിയപ്പോൾ മോന്റെ വായ്ക്കകത്ത് വീണു. അപ്പോൾ മോൻ പറഞ്ഞു അവന് ഒരു കുഴപ്പമില്ല, പ്രാർത്ഥിച്ച എണ്ണ തൊട്ടിട്ട് കൊടുത്ത് അവന് ഏതൊരു പ്രശ്നവും അവിടെ ഇല്ല. ദൈവം ഉണ്ട് എൻ്റെ കൂടെ, എൻ്റെ ദൈവം കൂടെ ഉണ്ട്. എനിക്കിതല്ല, എനിക്ക് വലിയൊരു സാക്ഷിയായിട്ട് എനിക്കിവിടെ നിൽക്കണം. ഞാൻ നിൽക്കും. എൻ്റെ ദൈവം അതിനുള്ള ഒരു വഴി എനിക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ നിൽക്കും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഒരു ദിവസം ഫുള്ളെടുത്താൽ പോലും പറഞ്ഞു തീരാൻ പറ്റാത്ത അത്രത്തോളം അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് പറഞ്ഞു തീരാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ എൻ്റെ കൂടെ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അർദ്ധരാത്രി 12 മണിക്ക് വീട്ടിനകത്ത് കിടന്നുറങ്ങുന്നിടത്ത് വലിയ 2-2.5 അടിയുള്ള 3 വരെയോ 4 വരെയൊക്കെ പറഞ്ഞിട്ട് എത്ര വരെയെന്ന് 3 വരെയെന്ന് പറഞ്ഞു. 3 വരെയുള്ള പാമ്പ്. സാധാരണ പാമ്പല്ല, അവർ താമസിക്കുന്ന ഇത്തിരി ഒരു വലിയൊരു മലയോര മണ്ടയിലാണ് ഞാൻ പോയിട്ടുണ്ട്. കാണാം, വലിയൊരു മലയോര മണ്ടയിലാണ് വീടൊക്കെ വെച്ച് താമസിക്കുന്നത്. പാമ്പൊക്കെ ഉള്ള ഏരിയകളാണ്. മരത്തിൻ്റെ ഒരു സെക്ഷൻ്റെ ചേർന്ന് വരുന്ന സ്ഥലമാണ്. പക്ഷേ ഒരു 2.5-3 മീറ്റർ അളവ് കൃത്യമായിട്ട് 2.3 പറയുന്നു. അർദ്ധരാത്രിയല്ലേ, എല്ലാ അപ്പനും മക്കളും കൂടെ പാമ്പിനടിക്കാൻ നിന്നു. പാമ്പാണെങ്കിൽ കൊത്താൻ വേണ്ടി നിൽക്കുന്നു. പാമ്പിന് കൊത്താൻ കിട്ടണില്ല. നോക്കിയപ്പോൾ നമ്മുടെ വിനീത് അങ്ങനെ നിൽക്കുകയാണ്. അവൻ വായും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചിലർ എന്തെങ്കിലും പറയുമ്പോൾ സൂക്ഷിച്ചിരി വായുന്ന എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അർദ്ധരാത്രിയല്ലേ. വിനീത് എന്ത് ചെയ്തു? ഒരു ചേട്ടന്മാർ 2 പേരുണ്ട് കേട്ടോ, അവന് മിടുക്കന്മാരാണ്. എന്നാലും പപ്പയും ഉണ്ട്. അപ്പോൾ ഈ മക്കളെല്ലാം കൂടെ അടി തുടങ്ങി. വിനീത് അതിൻ്റെ ഇടയിൽ നിന്ന് പ്രശ്നം നടക്കുമ്പോൾ മക്കളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിസാരെ ചിരിച്ച് കളയരുത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ ഒന്ന് പിടിച്ച് അടുത്തിരുത്തരുത്. കുഞ്ഞുങ്ങൾ വലിയവരൊക്കെ സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഓട്ടിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള കുറ്റം പറയുമ്പോൾ ഇവർ കേട്ടുകൊണ്ടിരിക്കും. നാളെ നിങ്ങളെ വീട്ടിൽ വരുമ്പോൾ പറയും, നിന്നെ അന്നേ കണ്ടുവെച്ച് എൻ്റെ പപ്പയ്ക്ക് 2 പറഞ്ഞില്ല 2 തൊടുക്കുമെന്ന് പറയും. ഇതെല്ലാം മാറ്റി നിർത്തണം. പക്ഷേ എല്ലാവരും കൂടെ അടി തുടങ്ങിയപ്പോൾ പാമ്പിന് ആരെ ചെന്ന് കൊത്താൻ കിട്ടിയില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന മക്കളാ. അർദ്ധരാത്രി പ്രാർത്ഥിച്ചതാ. വചനം അവിടെ ഉണ്ടായത്. ഭൂമി തൈകളെ മുളപ്പിക്കും പോലെയും തോട്ടം അതിനകത്ത് വിതച്ച വിത്തിനെ കിളിപ്പിക്കുന്ന പോലെയും യഹോവയെ ദൈവ സകല ജാതി നീതി സ്തുതിക്കും. ദൈവത്തിൻ്റെ നീതിയെ മുളയ്ക്കും. ഇതിനകത്ത് ഒരു അനർത്ഥം താമസിക്കത്തില്ല. പക്ഷേ പാമ്പിന് ചെന്ന് കൊത്താൻ കിട്ടിയില്ല. അതിനകത്ത് ഒന്നിനെങ്കിലും കൊണ്ടുപോകണമെന്ന് സാത്താൻ വിചാരിച്ചു. അർദ്ധരാത്രി ഒന്നിനെങ്കിലും കൊണ്ടുപോകണമെന്ന് സാത്താൻ പദ്ധതി ഇട്ടപ്പോൾ അവൻ ദൂരെ നിന്നൊരു തുപ്പൊക്കെ തുപ്പിക്കൊടുത്ത് വിനീതിൻ്റെ വായ്ക്കകത്ത്. ഇത് ആദ്യത്തെ സംഭവമാണ്. വിനീതിൻ്റെ വായ്ക്കകത്ത് വിഷം വീഴുന്നാൽ, അതും ചീറ്റിക്കൊണ്ടിരിക്കുന്ന അത്രയും ദേഷ്യത്തോടെ നിൽക്കുന്ന പാമ്പിൻ്റെ വിഷം അത് കഠിനമാണ്. ഒരു ജീവനാണ്. നാവിനകത്ത് വീഴുന്നാൽ, ചുണ്ടിനകത്ത് വീഴുന്നാൽ ഈ വിഷം മിന്നറ്റിനകത്ത് തലച്ചോറി പിടിക്കും. മിന്നറ്റിനകത്ത് ആശുപത്രി കൊണ്ടുപോകാൻ സമയം കിട്ടത്തില്ല.
എന്നുവെച്ചാൽ വണ്ടി പോലും നിർത്താനും അടുത്തൊന്നും വണ്ടിയിൽ താമസിക്കുന്ന സ്ഥലമല്ല. പെട്ടെന്നൊന്നും ഓടി എത്താൻ പറ്റില്ല. സെക്കൻഡിനകത്ത് തലച്ചോറ് പിടിച്ച് പെട്ടെന്നൊരു അപകടം വരുമായിരുന്നു. യേശു ഉള്ളപ്പോൾ തന്നെയാണ് പ്രശ്നം. യേശു നിന്റെ കൂടെ ഉള്ളപ്പോൾ തന്നെയാണ് പ്രശ്നം. പിശാച് നല്ലപോലെ ശ്രമിക്കും നിന്നെ തകർക്കുവാൻ. പക്ഷേ വാക്കാത്ത് തുപ്പിക്കൊടുത്ത വിഷം, നിങ്ങൾ പറയും ചാനലിലൂടെ കേൾക്കുന്നവരെ ഇത് പാമ്പാ തുപ്പിക്കൊടുത്തത്, മൂർഖനാ. അതുപോലെ ശക്തമായ വിഷമുള്ള ഇന്ന് ഒരുപാട് മൂർഖന്റെ ഒരു താണ്ഡമാടുന്ന നിമിഷങ്ങളാണ് ചിലപ്പോൾ കടന്നു പോകുന്നത്. ആ സെക്കൻഡിൽ വായൊന്ന് കഴുകി ഒരു മോനാണ്, അവന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഈ മോനൊന്ന് കാണിച്ചൂടെ, എല്ലാവരും ഒന്ന് കാട്ടെ, നീ ഫ്രണ്ടിൽ വാ. ദൈവമക്കളെ, ഈ മോന്റെ അവന്റെ ഈ വാക്യാത്ത തുറന്നു കൊടുത്ത് എന്റെ ഈ വാക്യാത്ത നല്ലപോലെ കിട്ടിയാ? കുറച്ച് കിട്ടിയാ? നല്ലപോലെ കിട്ടാൻ ശ്രമിച്ച് കിട്ടിയില്ല. ഒരു തുള്ളി മതി. ഒരു കുടം വിഷം, ഒരു കുടം വെള്ളമായാലും ഒരു തുള്ളി മതി മൊത്തം നശിക്കുവാൻ. ഒരു നിറഞ്ഞ കുടത്തും നിറച്ചിരിക്കുന്നുണ്ടെങ്കിലും നിറഞ്ഞ വെള്ളത്തിൻ്റെ മേൽ ഒരു തുള്ളി മതി ആ കുടം മുഴുവൻ നശിക്കുവാൻ. ഒരുപാടൊന്നും വേണ്ട, ഒരു ചെറിയൊരു നുള്ളി മതി, നമ്മുടെ ഒരു കടുക് പോലെ നുള്ളിയിട്ടാൽ മതി. ഈ മകന്റെ വാക്യാത്ത് വീഴുന്നപ്പോ അമ്മ എന്തുമാത്രം ഭാരപ്പെട്ട്, അപ്പൻ എന്തുമാത്രം ഭാരപ്പെട്ട്, കൂടെപ്പറപ്പ് എന്റെ കൂടെ നിൽക്കുന്നവനാ. ഇത് അനുഭവം ഞാൻ പ്രസംഗിക്കുന്നത്. ഇത് ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് ആരാധിച്ചിട്ട് പോയ കുടുംബത്തിന്റെ സാക്ഷ്യമാണ്. ആ ഒരു അനുഭവമായോണ്ടാണ് നിങ്ങളെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയത്. പക്ഷേ വാ കഴിയിട്ട് അവരാദ്യം ചെയ്തത് ഇവിടെ നിന്ന് വാങ്ങിച്ച എണ്ണ, പ്രാർത്ഥിച്ച എണ്ണ, ഇത് 1 2 അല്ല, 7 ദിവസമൊക്കെ ഇന്ന് പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്തതാ. ഇവിടെ വരുന്ന ദൈവദാസന്മാർ ഓരോ വചനം പറയുമ്പോ ഇതിനകത്ത് വീഴുന്നുണ്ട്, ദൈവശക്തി വീഴുന്നുണ്ട്. ഇത് ചെറുതായിട്ട് ഒന്ന് കണ്ണടച്ചു കൊടുക്കുന്നല്ല, യേശുവിന്റെ രക്തമാണ്. ഇത് നിങ്ങളെ വീട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് വേറെ തീരുമാനിച്ചില്ല. രാത്രി എന്നെ വിളിച്ചതുമില്ല. എനിക്കോട് എന്നെ വിളിച്ചത് ഉച്ച സമയത്താണ്. രാത്രി ഒന്നും എന്നെ വിളിച്ചിട്ടില്ല. വലിയൊരു ഡേഞ്ചർ അപകടം വന്നിട്ട് പോലും വിളിച്ചില്ല. പക്ഷെ അതിനകത്ത് യേശുവിന്റെ മഹത്വം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ അല്ല, എൻ്റെ അപ്പന്റെ മഹത്വം അതിനകത്തുണ്ടായിരുന്നു. അവരെ വീട്ടിനകത്ത് ഒരു ബോട്ടിൽ എണ്ണ, പ്രാർത്ഥിച്ച എണ്ണ അവരെ വീട്ടിലുണ്ടായിരുന്നു. ഈ എണ്ണ തൊട്ട് അവൻ്റെ വാക്കകത്ത് തേച്ചു കൊടുത്തു. അവനൊരു ബോധക്കേട് വന്നില്ല. പക്ഷെ അവിടെ യേശുവിന്റെ രക്തം വന്നപ്പോ ഈ വിഷത്തെ പൂർണ്ണമായിട്ട് പറിച്ചെടുത്തു. ഇവിടെ വാക്കകത്ത് ആസിഡ് വീഴുന്നാൽ, ഞാൻ ചോദിക്കട്ടെ, വാക്കകത്ത് ആസിഡ് വീഴുന്നാൽ വാ കരിഞ്ഞു പോകും. എൻ്റെ അമ്മ ഒരിക്കൽ ആസിഡ് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ മടിയിലും വെച്ചുകൊണ്ട്, അമ്മമാർ പണ്ട് മടിയിലെലി കൊണ്ടുവരുന്നത്, റബ്ബറൊക്കെ ഉണ്ട് കേട്ടോ, വെട്ടാനൊക്കെ വന്നപ്പോൾ, ഇപ്പോഴൊന്നുമല്ല, ഒരു 10-25 വർഷത്തിന് കേസാണ് ഞാൻ പറയുന്നത്. മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ ആസിഡ് വാങ്ങിച്ചുകൊണ്ടിരും, റബ്ബറൊക്കെ ഉണ്ട് ആ സമയത്ത്. പക്ഷെ ഇങ്ങനെ വെച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ, പണ്ട് അമ്മമാർ ഇടുപ്പിലാണല്ലോ, കുലുക്കി സാരി ഇടാന്ന്. വീട്ടിൽ വന്നപ്പോൾ സാരിയും കത്തി വയറും ഒരു സൈഡ് അങ്ങ് പോയി. അറിഞ്ഞില്ല, ഈ വേദന പിടിച്ചില്ല. സാരി വരെ എന്നുവെച്ചാൽ ഒരേ തലയിൽ ചവിട്ടിട്ട് അമ്മമാർ ഇടുപ്പിലും വെച്ചാൽ എടുക്കുന്നത്. നടക്കാൻ ഇത്തിരി സ്ഥലമുണ്ട്, ഇപ്പോഴൊക്കെ വണ്ടി വരുന്നത്, കുറേ ദൂരം നടക്കണം, ബസ് ഇറങ്ങി. പക്ഷേ അമ്മ വന്ന സമയത്ത് അമ്മയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നു. ആ കണ്ട ഒരു അനുഭവം എൻ്റെ കണ്ണിലുണ്ട്. പക്ഷേ ഇത് വയറ്റിൻ്റെ സൈഡായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ പോകാതെ വിടുതലായി, കഴുകി പെട്ടെന്ന് ഓക്കെ ആയി. പക്ഷെ വായ്ക്കകത്ത് വന്ന ഒരു ആസിഡ് ആണെങ്കിൽ നാവ് വരെ കരിഞ്ഞു പോവേണ്ട സ്ഥിതിയാ. ആ വിഷം തലയ്ക്ക് പിടിക്കേണ്ട വിഷത്തെ ഇന്ന് വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ, ഇത് ചെറുതൊന്നും അല്ല ദൈവമക്കളെ. ഒരു ജീവനെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നീ പറ, എന്റെ കൂടെ യേശു ഉണ്ട്. അതാ ബൈബിൾ പഠിപ്പിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിച്ചതാ, തേളുകളെയും പാമ്പുകളെയും ചവിട്ടുവാൻ അധികാരം തരും. നിന്റെ മുമ്പിൽ വരുന്ന പ്രശ്നത്തെ നീ തല്ലിക്കൊല്ലണോ. ഇന്ന് വെറുതെ വിടരുത്, തകർക്കണം. അതാണ് പെന്തിക്കോസ്ത്, മനസ്സിലായോ? ഇടിക്കുക, പൊടിക്കുക.
പെന്തിക്കോസ്തുവിന്റെ പവർ മനസ്സിലായോ? ഇടിക്കുക, പൊടിക്കുക. അല്ല, ആ പാമ്പിനെ കണ്ടിട്ട് പാലും പഴവും കൊടുത്ത് പറഞ്ഞു വിട്ടില്ല. അതിനെ തല്ലിക്കൊന്ന് അന്ന് തന്നെ മണ്ണിന്റെ അടിയിൽ കയറ്റി. നിന്റെ അഭിഷേകം അതാ. നിന്റെ പ്രശ്നത്തെ എവിടെ പൊന്തുന്നുണ്ടോ അതിനെ തകർത്ത് മണ്ണിന്റെ അടി കയറ്റുവാനുള്ള ഒരു ശക്തി യേശു തന്നു. നിന്റെ പ്രശ്നം നീ മാറാൻ പോകുക. നീ പറയുന്ന സംഭവിക്കും. നിന്റെ പ്രശ്നത്തെ നീ പറഞ്ഞാൽ മതി. നിന്റെ കൂടെ ആരുണ്ട്? യേശു ഉണ്ട്. ഹല്ലേലൂയ. യേശു ഉണ്ട്. യേശു ഉള്ളത് കൊണ്ടാണ് ഇത്രയും പവർ വന്നത്. പക്ഷെ യേശു ഇല്ല എങ്കിൽ ഇവർ ഈ വീട് വിട്ടു ഓടുമായിരുന്നു. പ്രശ്നത്തിന്റെ മധ്യയും നീ താമസിക്കുന്ന വീട്ടിൽ പ്രശ്നമാ, പ്രതികൂലമാണ്. ചിലർ നോക്കുമ്പോ രാവിലെ 10 പൈസ, ചുവന്ന പൂ, വെള്ളപ്പൂ, ഇതെല്ലാം കാണും. കുങ്കുമം, വെള്ളക്കുമ്മ, ചുവന്ന എല്ലാം ഉണ്ട്. ഇത് കാണുമ്പോൾ ചിലർ ചോദിക്കും, എന്നെ പ്രാർത്ഥിക്കുന്ന ഒരു ടീം വിളിക്കുന്നതാ, പക്ഷേ ഈ വീട് വിട്ടിട്ട് പോട്ടോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വീട് വിട്ട് പോകണ്ട. ചെയ്യുന്നവർ പോകുമ്പോൾ വേണം. നിങ്ങളെ ഓട്ടിക്കാൻ പറ്റത്തില്ല. ഇത് ചെയ്യുന്ന അഭിചാരം ചെയ്യുന്നവരെയും മന്ത്രവാദ ചെയ്യുന്നവരെയും പത്തീസ എറിയുന്നവരെയും തുട്ടുകൾ എറിയുന്നവരും ഓടാൻ പോകുകയാണ്. വചനം പറയുന്നു, നിനക്കൊരു അനർത്ഥം വരികയില്ല. സങ്കീർത്തനം 91 വിളിച്ചു പറയുന്നു, നിനക്കൊരു അനർത്ഥം വരികയില്ല, ഒരു ബാധ നിനക്ക് കൂടാതെ അടുക്കയില്ല. ആഭിചാര യാക്കോബിന് ഫലിക്കില്ല. നീ പറ, ആഭിചാര യാക്കോബിന് ഫലിക്കത്തില്ല. നിന്റെ ദേഹത്ത് ഒരു മന്ത്രശക്തി ഏക്കത്തില്ല. കാര്യം എന്താണ്? എന്റെ പടവിൽ യേശു ഉണ്ട്. യേശു ഉള്ളപ്പോഴെന്നെ പ്രശ്നം. യേശു കൂടെ ഇരിക്കും, മറക്കരുത്. ഇന്ന് ആത്മീയമായി ആത്മാവിന് സത്യത്തിനും ആരാധിക്കുന്നവരെ ഇത് മനസ്സിലാക്കണം. യേശു ഉള്ളപ്പോൾ നിനക്ക് പ്രശ്നം ഉണ്ട്. നിങ്ങൾ അറിയാത്തോണ്ടൊന്നല്ല, ഒന്നുകൂടെ പുതുക്കി കൊണ്ടുവരികയാണ്. ഒരു കഷ്ടത വരുന്നത്, ഒരു പ്രതികൂലം വരുന്നത് ദൈവം ഒന്നുകൂടെ നന്നാക്കാനാണ്. നന്നാവാനാ പറ. പരീക്ഷ വരുന്തോറും പരീക്ഷ ജയിക്കുന്നവൻ ദൈവത്തിന് കൊള്ളാവുന്നവരായി മാറുന്നുണ്ട്. ചില പരീക്ഷകൾ, നമുക്കെല്ലാം പരീക്ഷകൾ വരും. നിങ്ങൾ ഒരിക്കലും ദൈവത്തെ അറിഞ്ഞു, അല്ല ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ആരാധിച്ചു, പരീക്ഷ ഇല്ല എന്നല്ല. പ്രശ്നം കൂടുന്നതനുസരിച്ച് വിടുതലും കൂടുതലാണ്. അല്ല, നിനക്ക് ജയിക്കാൻ പറ്റും. പ്രശ്നം കണ്ടിട്ട് ഓടിപ്പോകാൻ പറ്റത്തില്ല. പക്ഷേ വചനത്തിൽ പറയുന്നു, ഇതാ തിരകൾ മുങ്ങുമാറായി. നിന്റെ പ്രശ്നം ഇപ്പൊ എങ്ങനെയായി? മുങ്ങുമാറായി. പക്ഷേ ഞങ്ങൾ ഇപ്പം മരിക്കാറായി. കടക്കാർ വന്ന് വീട്ടിൽ നിൽക്കുന്നു. ആമേ, രോഗങ്ങളാൽ മൂർച്ഛിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് മുന്നോട്ട് പോകുന്നില്ല, ഇടത്തോട്ടോ വലത്തോട്ട് പോകുന്നില്ല. പ്രശ്നം തലയ്ക്ക് മേൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്നുണ്ട്. ആത്മാ പറയുന്നുണ്ട്, നിന്റെ സാമ്പത്തിക വിടുതലുകൾ, രോഗത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കുവാൻ യേശുവിന് കഴിയും. ചില മുങ്ങാറായ വിഷയം, കടഭാരങ്ങളാൽ മുങ്ങാറായ വിഷയം ദൈവം വിടുതലാൻ പോകുകയാണ്. അങ്ങനെ ആയിരിക്കുന്നവരെ, ഇന്ന് ഈ ചാനലുടെ കേൾക്കുന്നവരെ, ആത്മാവ് ദൂത് വിളിച്ച് പറയാ, ഈ വർഷം നിനക്കൊരു വിടുതൽ സംഭവിക്കുന്നു. ചില മുങ്ങി താഴാൻ പോകുന്നവരെ, നീ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നിന്റെ മേൽ പ്രശ്നത്തിന്റെ മേൽ പ്രശ്നം. ചിലവരെ കൂനുമേൽ കുരു എന്ന് പറഞ്ഞതുപോലെ പ്രശ്നം. കടമെടുത്ത് ഒരു രക്ഷയുമില്ല. ജീവിതം അവസാനിപ്പിച്ചാ മതിയെന്ന് വിചാരിച്ചിരിക്കുന്ന വിഷയത്തിന്റെ മേൽ യേശു നിനക്കൊരു വിടുതൽ വരാൻ പോകുകയാണ്. ഇന്ന് പറ, ഇന്ന് ഒരിടത്തുനിന്ന് കടം വാങ്ങിച്ച് മറുസൈഡ് കൊടുക്കാനല്ല. ചിലപ്പോ കടഭാരം അനുഭവിക്കുന്നവർ അങ്ങനെ, ചില രോഗത്തിന്റെ മധ്യ ആയിരിക്കുന്നവർ പറയുക, നിന്റെ ശരീരം മുഴുവൻ ഇപ്പൊ രോഗം കവർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും എന്ന് പറയുന്നവരോട് പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞു, അവർ ജീവിക്കാൻ പോകുകയാണ്. നിന്റെ ശരീരം കവർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ പാപത്തെ യേശു പൊട്ടിക്കുകയാണ്. ലോകത്തിന്റെ പാപത്തെ, നിന്റെ പാപക്കടി ചുമപ്പായാലും ഇന്ന് പകൽക്കാലം
നീ യേശുവിനെ സ്വീകരിക്കുന്ന മുഖാന്തരം ഹിമം പോലെ ആകുന്നുണ്ട്. ഹിമം പോലെ ആക്കുന്നുണ്ട്. രക്തത്താ നിങ്ങൾ എല്ലാവരും കാണുക. നിങ്ങൾ മുങ്ങാറാകും അല്ലേ? ലോകം പറയും അയ്യോ ഇതൊക്കെ ഇപ്പൊ തീരും. എന്റെ കുടുംബത്തെ നോക്കി എല്ലാരും പറഞ്ഞു ഞങ്ങളെ കുടുംബം ഇതോടെ തീരും. ലോണിന്റെ മേൽ ലോണ്, കടത്തിന്റെ മേൽ കടം, സമാധാനമില്ല. ലോകം എല്ലാരും പറയും, അവിടെ എല്ലാരും പറയും ഇവരെ കുടുംബം ഇതുപോലെ തീരും. പക്ഷെ ഞാൻ യേശുവിനെ എന്നറിഞ്ഞോ, അന്ന് തൊട്ട് എൻ്റെ വീട്ടിനകത്ത് നിന്ന് ഞാൻ റൂമിനകത്ത് യേശുവിനെ വിളിക്കാൻ തുടങ്ങിയോ, അന്ന് നിലവിളിക്കാൻ തുടങ്ങിയോ, ആ സമയത്ത് എൻ്റെ പടവിൽ ആര് വന്നു? യേശു വന്നു. നിന്റെ പടവിനകത്ത് ആര് വരണം? നിന്റെ ഹൃദയം എന്ന പടവിനകത്ത് യേശുവിന് കയറണം. ഇന്ന് നിന്റെ പടമെന്ന ഹൃദയത്തിനകത്ത് യേശുവിനൊരു സ്ഥാനം കൊടുക്കാൻ മനസ്സുണ്ടോ? അപ്പാ ഒന്ന് വരണം, എന്റെ പടവിലോട്ട് നീ ഒന്ന് വരണം. നിങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി, നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ച് ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി. പക്ഷെ മറക്കരുത്, മുങ്ങാറായി ജീവിതം, മുങ്ങാറായി ജീവിതം തീർന്നു പോയി. ഇനി വാങ്ങാനൊന്നും ഒരു സ്ഥലവും ഇല്ല. കിട്ടേണ്ട വഴി എല്ലാം അടഞ്ഞു. മാക്സിമം ബാങ്കുകാർ പറഞ്ഞു മേലാഞ്ഞോട്ട് വന്നു പോവരുത്. ബാങ്കുകാർ ഇങ്ങനെ പറയുന്നത്. പക്ഷെ ബാങ്കിൽ നിന്റെ ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഒരു 5 ലക്ഷം 10 ലക്ഷം ഒക്കെ നിന്റെ മേൽ, അല്ലെങ്കിൽ 1 കോടിയൊക്കെ ഡിപ്പോസിറ്റ് ബാങ്കിൽ ചെന്ന് ഉടനെ സീറ്റ് എടുത്തിട്ട് സാർ ഇരിക്കണം സാർ, ഒന്നും ഇല്ലാതെ കയറി ചെല്ലണം. ആരും ഒരു മൈൻഡും ചെയ്യില്ല. ദൈവമക്കളെ മൈൻഡ് ചെയ്യത്തക്ക വണ്ണം നിന്നെ ഏത് ബാങ്കുകാർ നിന്നിച്ചോ അവിടെ തന്നെ മാനിക്കത്തക്ക ഒരു വിടുതൽ നിനക്ക് തരാൻ പോകുകയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. എവിടെയൊക്കെ തല കുനിച്ചിട്ടുണ്ടോ ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാണ്. നിന്റെ പ്രശ്നം മുങ്ങാറായി. നിന്റെ പ്രശ്നം യേശു ഉള്ളപ്പോൾ മുങ്ങാറായി. മറക്കരുത്, നിന്റെ പ്രശ്നം മുങ്ങാറായി. മുങ്ങാറായെന്ന് വെച്ചാൽ തീർന്നു അല്ലേ? ഇനി അല്പം ഒന്ന് പ്രാണം മാത്രമേ ഉള്ളൂ. യോബിനോട് ചോദിക്കണം, ശരീരം മുഴുവൻ രോഗങ്ങളാൽ ഇനി എനിക്ക് അല്പവിശ്വാസം എന്നൊരു അല്പം മാത്രമേ ഉള്ളൂ. ശരീരം എന്ന് വെച്ചാൽ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, ആട് മാടുകൾ നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടവരോട് പറയാ ഇനി ഉയരോട്ട് നോക്കിയാൽ ആകാശവും താഴോട്ട് നോക്കിയാൽ ഭൂമിയെന്ന്. അങ്ങനെ ഉള്ളവർ ഇതിനകത്തുണ്ട്. ഈ ചാനൽ കേൾക്കുന്നവരുണ്ട്. ആരുമില്ല, അപ്പനില്ല, അമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, ആരുമില്ല. എല്ലാം നഷ്ടപ്പെട്ടവരായി മുങ്ങാറായി നിൽക്കുന്നവരോട് പറയാ നിന്റെ ജീവിതത്തിൽ യേശു ഇടപെടാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ യേശു ഇടപെടാൻ പോവുകയാണ്. എത്ര വിശ്വസിച്ച് ആമേൻ പറയുന്നുണ്ട്? എത്ര വിശ്വസിച്ച് ആമേൻ പറയുന്നുണ്ട്? പറ, എത്ര വിശ്വസിച്ച് ആമേൻ പറയുന്നുണ്ട്? ഓ സ്വീകരിക്ക്, വിശ്വസിച്ച് ആമേൻ പറ. ശബന രഗന ദീന രഗന വൈഡവ രാജവ ദീന രഗന. ഒരു ജീവിത ഒരു കുതിപ്പിലേക്ക് ഒരു ദൈവ സാധ്യത പറ. യേശു ഇടപെടാൻ പോകുന്നു. നിന്റെ ജീവിതത്തെ യേശു ഇടപെടാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ യേശുവിന് കഴിയും. യെസ്, അത് സംഭവിക്കാൻ പോകുകയാണ്. 6-ാം മാസം അത്ഭുതത്തിന്റെ മാസമാണ്, മുളയ്ക്കുന്ന മാസമാണ്, ഉയർത്തുന്ന മാസമാണ്, പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്ന മാസമാണ്. നിങ്ങളെ മുന്നോട്ട് പോകാൻ കഴിയാതെ ജീവിതം മടുത്തുപോയി, എനിക്ക് ജീവിക്കണ്ട, എല്ലാ തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. നിന്നെ മുക്കാൻ വെച്ചിരിക്കുന്നിടത്ത് ഈ 2025 ഈ 6-ാം മാസം കാണുമെന്ന് ഇതിനകത്ത് പലരും വിചാരിച്ചല്ല. ഓ പ്രൈസ് ലോ ഹല്ലേലൂയ. ഈ 6-ാം മാസം കാണുമെന്ന് ആരും വിചാരിച്ചല്ല. ഇതിനകത്ത് ചിലതിനെ നോട്ടം വിട്ടിരുന്നു, ചിലതൊക്കെ ശില്പായി അങ്ങ് പോയി. പാസ്റ്റ് പോകും പോലെ, സൂപ്പർ പാസ്റ്റ് പോകും പോലെ അല്ലേ? ഇവിടെ ചവിട്ടിയപ്പോ അങ്ങ് പോയി. നോട്ടം വിട്ടിരുന്നതാ. ചില പെട്ടെന്നൊരു ഹാർട്ടിന്റെ ഭയങ്കര വേദന, ഭയങ്കര അസാധ്യ വേദന. ചിലർ വീണില്ല,
നെഞ്ചിന്റെ അസാധ്യമാണ്. പക്ഷേ ദൈവാത്മ പറഞ്ഞു, സൗഖ്യം ദൈവം തന്നത്. യേശുവാണ് നിനക്ക് സൗഖ്യം തന്നത്. നെഞ്ച് വേദനയൊക്കെ പറഞ്ഞ് അടങ്ങാൻ പറ്റുന്നില്ലെന്നേ. ഹാർട്ടിൻ്റെ വേദന ചെറിയല്ല, 1.5 വേദനയാ. കടിച്ചമർത്തിന് ആ നടുവിലും ശിഷ്യന്മാരും ആ പ്രശ്നത്തിൻ്റെ നടുവിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ, അവർ തുഴഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയാതെ ഇടയ്ക്ക് വെച്ച് തളർന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ മുങ്ങുമാറായി, ഞങ്ങൾ ഇപ്പോ നശിക്കോ, ഞങ്ങൾക്കിനി അല്പം മാത്രമേ ശക്തിയുള്ളൂ, ഞങ്ങളുടെ മാനുഷ്യമായി എല്ലാം അധ്വാനിച്ചു അല്ലേ. പ്രശ്നം വരുമ്പോൾ നമ്മൾ നെഞ്ചുവേദനയ്ക്ക് ഗുളിക മാറ്റി കഴിക്കും, തലവേദന പാരസെറ്റമോൾ കഴിക്കും, വല്ല ഭാവമുണ്ടെങ്കിൽ എന്തെങ്കിലും പുരട്ടും. പക്ഷേ ഒന്നും പുരട്ടും മുമ്പേ യേശുവിന്റെ രക്തം എന്ന് പറയും പ്രാർത്ഥിച്ച വെള്ളം ഒന്ന് കുടിക്കി. നിങ്ങളെ വിട്ട് വേണം അത്, എണ്ണ വെക്കണം. പ്രൈസ് ഹല്ലേലൂയ. ഒരു പാമ്പ് വന്ന് വായ്ക്കകത്തുനിന്ന് ചീറ്റിയ സമയത്തും ഞാൻ പറയുന്ന നിസ്സാരമായിട്ട് കാണരുത്. ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കണം നിങ്ങളുടെ മേൽ. കരങ്ങളിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന് വേണ്ടി മുമ്പിൽ നിൽക്കുന്നവരെ മുക്കാൻ വേണ്ടി ആരുണ്ട്? ശത്രുവുണ്ട്. അപ്പോൾ ചിലർ പറയും, ശ്രദ്ധിച്ചേക്ക്, യേശുവിൻ്റെ മകളായി തിരഞ്ഞെടുക്കേണ്ട, യേശുവിനെ സ്വീകരിക്കുകയും വേണ്ട, സ്നാനപ്പെടുകയും വേണ്ട, ഒന്നും ചെയ്യണ്ട. കറക്റ്റ് പോയിന്റാണ്. യേശുവിനെ സ്വീകരിക്കേണ്ട, കർത്തൃമേശ എടുക്കേണ്ട, ഒന്നും ചെയ്യണ്ട, പള്ളിയിൽ മണ്ണ് ആരാധിക്കേണ്ട. അത് പറഞ്ഞ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ അവരോട് ഞാൻ പറയുക, അവർക്ക് പ്രശ്നം വരുമ്പോൾ ഒറ്റ സെക്കൻഡിൽ മിന്നൽ വന്ന്, ചില തെങ്ങ് നിൽക്കേണ്ടിട്ടുണ്ടാകും, ഒറ്റ മിന്നലിൽ തെങ്ങ് പെയ്യതിൽ അങ്ങ് പോകും. മനസ്സിലായവർക്ക് സ്തോത്രം. അറിഞ്ഞുകൂടാത്തവൻ അതാ സംഭവിക്കുന്നത്. ഒറ്റ വെട്ട്, നിന്നെ വെട്ടിയാലും എന്നെ വെട്ടിയാലും 100 വെട്ട് വെട്ടിയാലും എഴുന്നേറ്റ് വരും. ആത്മഭാരത്തോടെ പിടിച്ചത്. ഈ ലോകത്തിന് എത്ര വെട്ട് വെട്ടിയാലും അത് യേശുവിന്റെ നാമത്തിലാണെങ്കിൽ നീ എഴുന്നേൽക്കും. നിന്നെ ഈ ലോകത്തിന്റെ ഒരു പിശാചിനും മുക്കാൻ പറ്റൂല. ആത്മാവിൽ മനസ്സിലാക്കി ആരായിച്ചോളണം. പക്ഷെ പിടികൊടുക്കാത്തവർ ഇന്നലെ അടിച്ച മിന്നൽ പോലെയാണ്. നിങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. തെങ്ങ് കണ്ടിട്ട് പോണേ, അപ്പൊ നല്ല തെളിവായിരിക്കും. ഇപ്പൊ ഫലവുമില്ല, ഒന്നുമില്ല. ഞാരെ മണ്ടയ്ക്കാണ് മറിയട്ടെന്ന് പറഞ്ഞ് നിൽക്കുക. എടാ, മണ്ട പയ്യ പട്ട തെങ്ങിന് ആർക്കെങ്കിലും വേണോ? അത് ഒന്നേ ചുള്ളയ്ക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ അവിടെ നിന്ന് ദ്രവിച്ച് അതിനകത്ത് പുഴുവന്ന് കയറി ദ്രവിച്ച് അവിടെ നിന്ന് ദ്രവിച്ച് പോകാതെ മാനസാന്തരപ്പെട്ട് നീ യേശുവിന്റെ മകനായി ഒന്ന് കയറ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ യേശു കൂടെ ഉള്ളപ്പോ നിന്നെ മുക്കാൻ നോക്കിയാൽ എന്റെ കർത്താവിന് വിട്ടുകൊടുക്കത്തില്ല. മനസ്സിലാവുന്ന സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പലരും പറയും അവർക്കൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ലാന്ന്. കുടുംബത്തിനകത്തോട് ഞാൻ അവർക്കൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെ കുടുംബത്തെ സഹോദരങ്ങൾക്ക് അവരൊന്നും ദൈവത്തെ അറിയുന്നില്ല. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അവരൊക്കെ നിൽക്കുന്നത് ദൈവമക്കളെ. നിങ്ങളെ കുടുംബത്തിനകത്ത് അവരൊന്നും ദൈവത്തെ അറിഞ്ഞില്ല എങ്കിലും അവർക്കൊരു ആപത്ത് വരാതെ ഇങ്ങനെ ചുറ്റി കൊണ്ടുവന്നിരുമോ? നിങ്ങളുടെ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ പ്രാർത്ഥന പവറിനകത്ത ദൈവം നിർത്തിയിരിക്കുന്നത്. പക്ഷെ പ്രശ്നങ്ങൾ അവർക്ക് മുങ്ങാറെ നിൽക്കുക. സ്വസ്ഥതയില്ല, സമാധാനമില്ല. വല്ലപ്പോഴേക്കൊക്കെ പ്രശ്നം കൂടിയിട്ട് പറയും, എൻ്റെ ശക്തി എന്തെന്ന് അറിയാമോ? ഞാൻ പറയും, നിന്റെ ശക്തിയെക്കാട്ടിൽ എൻ്റെ ശക്തി എന്തെന്നറിയാമോ? ഇങ്ങനെ നിൽക്കണത് നമ്മളല്ല ചെയ്യുന്നത്, സ്വർഗത്തിലെ ദൈവമായി. ഇന്ന് മുങ്ങാറായ വിഷയത്തിന്റെ മേൽ, നിങ്ങളുടെ വിഷയം മുങ്ങാറായ വിഷയത്തിന്റെ മേൽ യേശു എഴുന്നേൽക്കാൻ പോവുകയാണ്. നിങ്ങളത് പ്രാപിക്കണം. കർത്താവേ, ഞാൻ മുങ്ങാറായി, എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ മുങ്ങാറായി, ഞാൻ തളർന്നപ്പ എനിക്ക് ഒരു സെക്കൻഡ് പോലും
എന്റെ കഴിവുകൊണ്ട് പോകാൻ പറ്റത്തില്ല. നീ മടുത്തെന്ന് പറയുമ്പോ, നീ തളർന്നെന്ന് പറയുമ്പോ യേശു നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്ക, അടുത്ത് മുങ്ങാറായി ജീവിതം. കൈപിടിച്ച് പറ, മുങ്ങാറായി. ഉറങ്ങരുത്, മുങ്ങാറായി. നിങ്ങൾ അടുത്തിരിക്കുന്നവർ പറഞ്ഞ മുങ്ങാറായി, ഉറങ്ങിപ്പോയ മുങ്ങാറാവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നൊരു വലിയ വിടുതൽ കാണണം. നിങ്ങളുടെ ഭവനത്തിനകത്ത് മാത്രമല്ല, പുറത്തും കാണണം. നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന വിഷയത്തിൻ്റെ മേലിരിക്കുന്ന എല്ലാം തകരണം. നിങ്ങൾക്ക് പുറത്തകത്ത് മാത്രമല്ല പ്രശ്നം, വെളിയിലും പ്രശ്നമാണ്. വീട്ടിനകത്ത് മാത്രമല്ല പ്രശ്നം, പുറത്തും പ്രശ്നമാണ്. ഇത് രണ്ടും ദൈവം ഡീൽ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഡീൽ ചെയ്യുന്ന ഞാനല്ല, എൻ്റെ കർത്താവ് യേശു ക്രിസ്തുവാണ്. എന്നാൽ സ്വന്തമായിട്ടൊക്കെ നോക്കിയിട്ട് ഒന്നും നടന്നില്ല. ഇപ്പം നമ്മളെ എന്തെങ്കിലും നോക്കി നടക്കുമോ? നമ്മളൊക്കെ മാക്സിമം നോക്കും, ഒരു രക്ഷയില്ല. പക്ഷേ യേശുവോ പടവിൽ ഉറങ്ങുകയായിരുന്നു. നമ്മളെ വിഷയം നമ്മൾ കരഞ്ഞ് അനുഭവിക്കുമ്പോൾ യേശു സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. നമ്മൾ പറയും, കണ്ണിച്ചോരയില്ലാത്ത യേശു, ഞാൻ കിടന്ന് നിലവിളിക്കണ്, പട്ടിണി, എല്ലാം ബുദ്ധിമുട്ട്, ജോലിയില്ല, കൂലിയില്ല, കടഭാരം, കണ്ണിച്ചോരയില്ലാത്ത യേശുവാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? യേശുവിനെ അളക്കാൻ പോവരുത്, യേശുവിനെ അളക്കരുത്. നീ ചിലതൊക്കെ സ്വയമായിട്ടൊക്കെ നീ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ യേശുവിനോട് ചോദിച്ചിട്ടാണോ ഇത്രയും പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്നത്? അല്ല, അറിയാതെയും വീഴ്ചയും താഴ്ചയും വന്നു. പക്ഷേ ഇന്ന് നിന്റെ പ്രശ്നത്തിന് നടുവിൽ യേശു ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ യേശു പറയും, ഇതിനെ ജയിക്കുവാൻ എനിക്ക് കഴിയും. നീ പ്രശ്നങ്ങൾ നടുവിലായിരിക്കുമ്പോ നിങ്ങൾ രാത്രി ചിന്തിച്ചുകൊണ്ട് കിടക്കരുത്. നിന്റെ വിഷയം യേശുവിന്റെ കരങ്ങൾ കൊടുത്തിട്ട് കിട. നിന്റെ സകല വിഷയം ആരെ കൈ കൊടുക്കണം? യേശുവിന്റെ കയ്യിൽ. അല്ല മക്കളുണ്ട്, അല്ല മരുമകളുണ്ട്, മോനുണ്ട് എന്നും പറഞ്ഞിട്ട് കിടക്കരുത്. എല്ലാം നാളെ തിരിയും. ഒരു നന്മ കിട്ടി അവർ കൊണ്ടുപോടും. പെണ്ണ് കെട്ടണമെങ്കിൽ അവളെയും കൊണ്ടുപോടും. അവരൊന്നിനെ ഉറപ്പിക്കരുത്. പക്ഷെ നിന്റെ സകല വിഷയവും യേശുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, പ്രഭാതത്തിൽ ഞാൻ ഡീൽ ചെയ്യത്തില്ല, യേശു ഡീൽ ചെയ്യും എന്നൊരു അനുഭവത്തിലേക്ക് നമ്മൾ കയറി വരണം. എന്ന് സമാധാനപ്പെട്ട് ഒന്ന് ഉറക്കമില്ലാത്തോട് പറയാ, രാത്രിയിൽ നീ അത്രത്തോളം യേശുവിന് പ്രാധാന്യം കൊടുക്കണം. കൊടുത്ത് ഉറങ്ങുമെങ്കിൽ നിന്റെ വിഷയത്തിന്റെ മേൽ വിടുതൽ വരാൻ പോകുകയാണ്. എന്നാൽ ആ സെക്കൻഡിൽ അവർ അടുത്ത് ചെന്നു, കർത്താവേ ഞങ്ങൾ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്നവർ പറഞ്ഞു. അവനെ ഉണർത്തി. വായിച്ചോ? അവർ അടുത്ത് ചെന്നു, കർത്താവേ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഹല്ലേലൂയ. ശിഷ്യന്മാര് അടുത്ത് ചെന്നിട്ട് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു ഉണർത്തി. സ്വയം തീരുമാനമെടുക്കുകയാണ്, ഞങ്ങൾ നശിച്ചു പോകും. ആവശ്യമില്ലാത്ത വാക്കുകളെ വിളിച്ചു വരുത്തുകയാണ്. വായിലെടുക്ക നോക്കിക്കോളാം. ദൈവത്തെ അറിഞ്ഞിട്ട് നശിക്കുമെന്ന് നശിക്കുവാനല്ല യേശു വിളിച്ചത്, രക്ഷിക്കുവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നശിക്കുവാനല്ല. നീ നശിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നശിക്കും അല്ലേ? നീ ഇവിടെ നഷ്ടപ്പെടും. ദൈവമക്കളെ, ഒരു ആത്മാവ് പോലും ഈ ഭൂമിയിൽ നഷ്ടപ്പെടുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. എല്ലാവരെയും അനുഗ്രഹിക്കണം, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. യേശുവിനോട് ചോദിച്ച ചോദ്യം നോക്കണം. ഞങ്ങൾ നശിച്ചു പോകുന്നു, ആമേൻ, ഹല്ലേലൂയ, ഞങ്ങളെ രക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഭാഗത്ത് വന്നാൽ, ചില ബുദ്ധിമുട്ടും പ്രശ്നങ്ങൾ വന്നാൽ, നിന്റെ തലക്ക് മേൽ നിനക്കെതിരായിട്ട് തിരമാലകളും
നിന്റെ തലമേൽ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം, ദൈവമക്കളെ, ദൈവത്തെ അറിഞ്ഞൊരു പ്രശ്നമുണ്ട്. തലക്കമേൽ പ്രശ്നം അടിച്ചാലും നമ്മൾ പറയും നമ്മൾ നശിച്ചു പോകും. എന്തെങ്കിലും കാറ്റും ഇടിയും മിന്നലൊക്കെ വരാൻ പറയും ഇത് നമുക്ക് വരുമെന്ന്. ആരും വാണ്ട് പറയരുത്. അനുഗ്രഹത്തെ അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വായിലെടുക്കരുത്. വചനം ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, നീ പറയുന്നത് തന്നെ സംഭവിക്കും. നീ പറയുന്ന കാര്യം സംഭവിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അനുഗ്രഹത്തിന് എതിരായിട്ട് സംസാരിക്കരുത്. ഇവിടെ വന്ന് ദൈവത്തെ ആരാഴ്ച എന്തെങ്കിലും മക്കളൊക്കെ കുണ്ടണിയൊക്കെ കാണിക്കുമ്പോൾ മക്കളെ മുഖത്ത് നോക്കി പറയും, എടാ നീയൊക്കെ ഒരു കാലത്തും നന്നാവൂല. ഇവിടെ മാത്രമല്ല, ഒരു വായിൽ നിന്ന് അനുഗ്രഹവും ശാപമുണ്ട്. യേശുവിൻ്റെ അടുത്തിരിക്കുമ്പോൾ, നീ യേശുവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യം എല്ലാവരും പറയും. യേശു ഉള്ളപ്പോൾ, യേശുവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ, യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇത് പറഞ്ഞു, ഞങ്ങൾ നശിച്ചു പോകും. നിനക്ക് അവൻ എന്ന് നശിച്ചു പോകാതിരിക്കുവാൻ. പക്ഷെ യേശു ഉണർന്ന നശിച്ചു പോകത്തില്ല. യേശു ഉറങ്ങിയാൽ നശിക്കും. ഇന്ന് നീ ഉണരണം. യേശു നിന്റെ ജീവിതത്തിലേക്ക് കൈവച്ചാൽ, ഒരു കൈ നീട്ടിയാൽ, നിന്റെ പ്രശ്നങ്ങളെ ഒന്ന് അമർച്ച ചെയ്താൽ, നിനക്ക് കാണുന്ന നിനക്ക് അടിക്കുന്ന തിരമാലകളോ നിന്റെ പ്രശ്നങ്ങളെയോ ദൈവ ഡീലി ചെയ്താൽ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. ഓ, കരമടിച്ച് 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 കരമടിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ യേശുവിന്റെ അടുത്ത് വന്നാൽ, നിങ്ങൾ യേശുവിനെ പൂർണ്ണമായിട്ട് സ്വീകരിച്ചാൽ, നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് തിരുവചനം വിളിച്ചു പറയുന്നു. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ കുടുംബത്തെ ദൈവം രക്ഷിക്കും. നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. നിങ്ങൾ നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നീ നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. കാര്യം എന്താണ്? നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നീ നശിച്ചു പോകത്തില്ല. നീ വഴിയിൽ നശിച്ചു പോകത്തില്ല. ഓ, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഞാൻ പറയുന്നത്, യേശുവിനെ വല്ലപ്പോഴേക്ക് വിളിച്ചാൽ പോരാ, ഉണർത്തിയാ പോരാ, എന്നും ഉണർത്തി വിളിക്കണം. അർദ്ധരാത്രിയുടെ സമയങ്ങളിലൊക്കെ ഉണർന്ന് പ്രാർത്ഥിക്കണം. കാര്യം എന്താണ്? എൻ്റെ വിഷയം ഡീല് ചെയ്യണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടി വരാൻ പോവുകയാണ്. നീ ഉണരുമെങ്കിൽ ദൈവം നിന്റെ വിഷയത്തിന് മേൽ ഉണരാൻ പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അധ്വാനിക്കുന്നവന് മാത്രം പ്രാർത്ഥന എന്നൊരു അധ്വാനമാണ്. പ്രാർത്ഥന എന്നൊരു പ്രവൃത്തിയാണ്. നമ്മൾ യേശുവിനോട് എല്ലാം അറിയാമെങ്കിലും, പക്ഷെ എല്ലാം യേശുവിന് അറിയാം, പക്ഷേ ചിലത് നമ്മൾ ചെയ്തേ പറ്റും. ചില കാര്യങ്ങൾ നീ ചെയ്യണം, ഞാൻ ചെയ്യണം. അത് യേശുവിന്റെ ഒരു ക്വാളിറ്റിയാണ്. യേശുവിന്റെ ഒരു ക്വാളിറ്റിയാണ്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ, പ്രാർത്ഥനയിൽ ഉണരണം. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥനയിൽ ഉണരണം. ഉണർന്നാൽ യേശു നിങ്ങൾക്ക് പെട്ടെന്ന് മറുപടി അയക്കാൻ പോവുകയാണ്. നിങ്ങൾ ഉറങ്ങിപ്പോകരുത്. നിങ്ങൾ പ്രാർത്ഥന സമയത്ത് ഉറങ്ങരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നുവെച്ചാൽ നമ്മൾ പ്രാർത്ഥന സമയം അറിയാം, ഏതൊക്കെ സമയമാണെന്ന്. ആ ടൈമിൽ പ്രാർത്ഥിക്കുമെങ്കിൽ പ്രഭാതം ഭയങ്കര വിടുതലായിരിക്കും. പ്രഭാതത്തിൽ വിടുതലെടുക്കാൻ ചെയ്യും. നിന്റെ പ്രശ്നത്തെ ദൈവം രണ്ടായിട്ട് പൊട്ടിക്കാൻ പോവുകയാണ്. നിന്റെ തലക്കമേൽ കിടക്കുന്ന ചില തിരമാലകൾ പോലെയുള്ളത്, കാറ്റ് പോലത്തെ വിഷയത്തെ ദൈവം അമർച്ച ചെയ്യാൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിച്ചരുവാൻ. നീ മുങ്ങുമെന്നും എന്റെ ജീവിതം തീരുമെന്നും മനസ്സിനകത്ത് പറയും, ഇനി ഞാൻ ജീവിക്കത്തില്ല, ഇതോടെ തീർന്നു, എനിക്കിനി ജീവിതമില്ല എന്ന് പറയുന്നതോട് പറയാ, അടുത്തൊരു ജീവിതത്തിലേക്ക് ഇല്ല എന്ന് വിധി എഴുതിയിട്ട് ഒരിക്കലും ആത്മഹത്യയിലോട്ട് പോകരുത്. ഒരു സെക്കൻഡ് യേശുവിനൊന്ന് പറ. നിന്റെ വിഷയം യേശുവിന്റെ കയ്യിൽ കൊട്. ഇന്ന് ഈ ചാനലിലൂടെ ഒരുപാട് പേർ കേൾക്കുന്നുണ്ട്, ലോകരാഷ്ട്രങ്ങൾ കേൾക്കുന്നുണ്ട്. നീ ഒറ്റപ്പെട്ടാണ്. നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ഏകനായിരിക്കാം. ചിലപ്പോൾ നീ മരുഭൂമിയിലായിരിക്കാം. നീ പറ, നിന്റെ കൂടെ യേശു ഉണ്ട്. നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ യേശു ഉണ്ട്. വിളിച്ചവൻ വിശ്വസ്തനാണ്.
പ്രാർത്ഥനകൾ ഉണരുന്നുണ്ട്. 2025 6-ാം മാസം പ്രാർത്ഥന ഉണരുന്നുണ്ട്. ഉറങ്ങുകയല്ല, ഉണരുകയാണ്, ഉണരുകയാണ്. പ്രാർത്ഥന ഉറങ്ങുന്നില്ല. പ്രാർത്ഥന ഉറങ്ങുന്നില്ല, ഉണരുന്നുണ്ട്. എന്റെ പ്രാർത്ഥന ഉറങ്ങിപ്പോകത്തില്ല. എന്റെ യേശു ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ഈ വർഷം 6-ാം മാസം മുതൽ മറുപടി വരാൻ പോകുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ മറുപടി കയ്യിൽ വരാൻ പോകുകയാണ്. അത് വിശ്വസിച്ച് ആമേൻ പറയുന്നവർക്ക് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയ. എനിക്ക് ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, നിന്നെ മുക്കത്തില്ല, നിന്നെ മുക്കിക്കളയത്തില്ല, നിന്നെ മുക്കത്തില്ല. ആ വിശ്വാസത്തോടെ നിന്നെ കിടക്കുന്ന പ്രശ്നം, കടഭാരങ്ങൾ, രോഗങ്ങൾ എന്തുമായിക്കോട്ടെ, നിന്നെ തൊടണമെങ്കിൽ ദൈവത്തിന്റെ അനുവാദം വേണം. നിന്നെ തൊടത്തില്ല. നിന്റെ തലയുടെ മണ്ടേ കൂടെ മറിയുന്ന പ്രശ്നത്തെ ദൈവം ഡീൽ ചെയ്യാൻ പോകുകയാണ്. ഇന്ന് ഡീൽ ചെയ്യാൻ പോകുകയാണ്. ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം. ഇതുവരെ അങ്ങ് നിർത്തിയനായ സ്തോത്രം. വചനത്തിന്റെ മേൽ ദൈവാത്മാവ് ഇടപെട്ടനായ സ്തോത്രം. കർത്താവേ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ചാനലിലൂടെയും അതുപോലെ മീഡിയ യൂട്യൂബിൽ കേൾക്കുന്ന സകലവർക്കും ഇത് വലിയൊരു വിടുതലാവണം. പ്രശ്നങ്ങൾ വരുമ്പോൾ തൻ്റെ മക്കൾ ഒരിക്കലും നാട് വിട്ടു പോകാനോ, ഒരു ആത്മഹത്യ ചെയ്യുവാനോ, കയറെടുക്കുവാനോ, വിഷമെടുക്കുവാനോ ഒന്നിനും പോകാതെ യേശുവിനെ ഉണർത്തുവാൻ ബൈബിൾ തുറന്നൊന്ന് വായിക്കാം. സങ്കീർത്തനം 91 വായിക്കാം. ബൈബിൾ തുറന്ന് വായിക്കുന്നതാണ് ഉണർത്തുന്നത്. ആ പ്രശ്നമുള്ള സമയത്തും നിനക്കൊന്ന് ബൈബിൾ തുറന്ന് വായിക്കാനുള്ളൊരു മനസ്സുണ്ടോ? നിനക്ക് പ്രാർത്ഥിക്കാൻ ഒരു മനസ്സുണ്ടോ? നിനക്ക് ധ്യാനിക്കാൻ മനസ്സുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് നിന്നെ സഹായിക്കും. യേശു നിന്റെ കൂടെയുണ്ട്. യേശു നിന്റെ കൂടെയുണ്ട്. ഈ ദൈവ പ്രാർത്ഥന കേൾക്കാതെ പോകത്തില്ല. നിനക്ക് മറുപടി തന്നിട്ടേ പോകൂ. ഇന്ന് കിട്ടേണ്ട മറുപടി ഇന്ന് തന്നെ തരും. ഇന്ന് അടങ്ങേണ്ട കടലിനെ, കാറ്റിനെയും ഇന്ന് തന്നെ അമർച്ച ചെയ്യുവാൻ നിന്റെ പ്രശ്നത്തെ ആര് ചവിട്ടിയിട്ടുണ്ട്? യേശു ചവിട്ടി പിടിച്ചിരിക്കുക. നിന്നെ തകർക്കാൻ നോക്കുന്ന തിരമാലകളെ എന്റെ യേശു ചവിട്ടിയിട്ടുണ്ട്. യേശു ചവിട്ടിയ പ്രശ്നം പൊന്തി വരത്തില്ല. യേശു ചവിട്ടി പിടിച്ചിരിക്കുന്ന പ്രശ്നം ഒരിക്കലും നിന്റെ തലമേൽ വരത്തില്ല. ദൈവം നിനക്ക് പരിപൂർണമായി, ഈ കേൾക്കുന്ന എല്ലാവർക്കും ഒരു വിടുതലായി, സഭമേൽ ഉണർവായി, ഈ സഭമേൽ വലിയ മറക്കൽ സംഭവിക്കത്തക്കവണ്ണം കേൾക്കുന്നവർക്കും ഇത് വിടുതലായി തീരുവാൻ സ്വർഗ്ഗത്തിലെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ.